ഹലോ. ഹലോ, പറയ്. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീമും തിന്നു അതിന്റെ മുകളില്. എന്താ ഒറ്റക്ക് കഴിക്കല്? ഒറ്റക്കല്ല, നമ്മൾ എപ്പോഴും ആർക്കെങ്കിലൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് വേണ്ടേ കഴിക്കാൻ. അതല്ല, ആരെങ്കിലൊക്കെ നിങ്ങളെ മാതിരിയുള്ള ആരെയൊക്കെ കൂട്ടിനുണ്ടാവോ ഭക്ഷണം കഴിക്കാൻ? എന്താ കഥ? നിങ്ങളെ വിഭാഗത്തിൽപ്പെട്ട? അല്ലാതെ തന്നെ ഉണ്ടാവും. നമ്മൾ അങ്ങനെ ഗ്യാങ് ആയിട്ട് നടക്കുന്ന ആളൊന്നല്ല. സിംഗിൾ? സിംഗിൾ സിംഗിൾ ഫുൾ സിംഗിൾ? സിംഗം സിംഗിളാത്താൻ വരുവേന്ന് കേട്ടിട്ടില്ല നിങ്ങള്? സിംഗം? സിംഗം? അതെ. ഉം. എന്നിട്ട് അപ്പൊ ഞാൻ ഇന്നലെ സംസാരിച്ചതിന്റെ ബാക്കി സംസാരിക്കാൻ ഉദ്ദേശിക്കണേ. ആ കർമ്മമുണ്ടോ കർത്താവുണ്ട് എന്നല്ലേ? ഈസാ നബിയുടെ പിതൃത്വത്തിനൊഴികെ, അല്ല, ഇതിപ്പോ മറിയത്തിന്റെ ചർച്ച കുട്ടിക്ക് ചെയ്തില്ലേ? ഒഴികെ കർത്താവ്. നിങ്ങളെന്താ ഈ ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ കെട്ടണേ? എന്താണ്? ഈ ഈസാ നബിയുടെ പിതാവ് അള്ളാഹു ആണെന്നുള്ള കോലത്തിലൊക്കെ. അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിതാവിനെ കണ്ടു കിട്ടിയെന്നല്ലേ പറഞ്ഞു. ആളെ മനസ്സിലായി എന്നല്ലേ പറഞ്ഞു. ഉം. ഇനി ആൾക്കാർക്കും ഇത് കേൾക്കുന്ന ആൾക്കാർക്കും ബുദ്ധിയില്ലേ? ഇതിന്മേ വെച്ചാണ്ട് പോലെ അന്തിമ തീരുമാനം എടുക്കുവോ? ഏതെന്ന് വെച്ചിട്ട് ഇല്ല. നമ്മളൊരു അഭിപ്രായമല്ലേ പറയണേ. അതല്ല, ശ്രോതാക്കള് ഉം ശ്രോതാക്കളൊരു അന്തിമ തീരുമാനം എടുക്കുവോ? ഇല്ല, അന്തിമ തീരുമാനം അവരുടേതായിട്ടുള്ള ഒരു ബുദ്ധിയും യുക്തിയും ഒക്കെ ഉണ്ടല്ലോ. ഓൽക്കും ഉണ്ടല്ലോ ഈ വിവേചന ബുദ്ധി. ആ അപ്പോൾ അത് മനസ്സിലാക്കി ഓലത് പിന്നെ നമ്മളൊരു അഭിപ്രായമല്ലേ പറയണേ. ഈ കർമ്മമുണ്ടോ കർത്താവുണ്ട്, അതിൽ നിങ്ങൾ എന്താ പറയണേ? കർമ്മം ഉണ്ടെങ്കിലാണ് ഇത് കർമ്മമാണോ എന്നുള്ളതാണ് ആദ്യം തീരുമാനമാക്കേണ്ടത്. കർമ്മം ഉണ്ടെങ്കിൽ കർത്താവ് ഉണ്ടാവും, ഉറപ്പല്ലേ? നിങ്ങൾ ഈ എവല്യൂഷനിലൊക്കെ എന്താ അഭിപ്രായം? എവല്യൂഷനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ? ഈ എവല്യൂഷനാണ് പരിണാമ സിദ്ധാന്തത്തെ പറ്റി പരിണാമം. മലയാളത്തിൽ പറയാം, ജീവവർഗങ്ങളുടെ അത് ശ്രോതാക്കൾക്കൊക്കെ മനസ്സിലാണെങ്കിൽ. പരിണാമമാണ് നമ്മളുടെ ഈ ജീവികളുടെ വളർച്ചയും വികാസവും ഒക്കെ പരിണാമമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈവൻ നമ്മളുടെ ഇപ്പൊ നിങ്ങളും ഞാനൊക്കെ കഴിക്കുന്ന പല ഗുളികകളും മരുന്നുകളും വർക്ക് ചെയ്യുന്നതിന്റെ ബേസ് പോലും പരിണാമവുമായി ബന്ധപ്പെട്ടിട്ടാണുള്ളത്. അപ്പൊ നമ്മളൊക്കെ പരിണാമത്തിലൂടെ ഉണ്ടായതാ നിങ്ങൾ പറയണേ? അതെ. മുതല് പിന്നല്ലാതെ പിന്നെന്താ? ഒരു മണ്ണ് കുഴച്ചിട്ട് മറ്റേ കല ഉണ്ടാക്കി വെക്കണ മാതിരി ഇങ്ങനെ ഉണങ്ങിക്കണോ നോക്കിയിട്ട് ഊതിയിട്ട് റൂഹ് കയറ്റിയതോ? അല്ല, നിങ്ങൾ എങ്ങനെ വിചാരിക്കണേ? തീർച്ചയായിട്ടും എല്ലാം എല്ലാം മുതല് എല്ലാം ഞാൻ ഇന്നിപ്പോ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു, മുതല പണ്ട് എങ്ങനെയാണെന്ന്. എല്ലാം ജീവിവർഗങ്ങളെല്ലാം ഒക്കെ പരിണാമത്തിലൂടെ എന്നാണ് നിങ്ങളെ വാദം? അങ്ങനെയാണ് എന്റെ ബോധ്യം. എനിക്ക് എങ്ങനെ നിങ്ങളത് മനസ്സിലാക്കിയിട്ടുള്ളത്, എന്റെ എങ്ങനെ മനസ്സിലാക്കല്. ഇപ്പൊ നമുക്ക് ലഭ്യമായിട്ടുള്ള കുറെ സിദ്ധാന്തങ്ങളില് താരതമ്യേന തെളിവുള്ളതും മികച്ചതും ശരിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്റെ ബോധ്യത്തിലുള്ളതും പരിണാമമാണ്. നിങ്ങൾ എങ്ങനെ വിചാരിക്കണ? മനുഷ്യന്മാരെ എങ്ങനെ ഉണ്ടായിരുന്നാണ്? ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു മണ്ണ് പടച്ചു, അങ്ങനെ തന്നെ. പിന്നെ മണ്ണ് ഓരോ മണ്ണ് ജീവികളെയും അങ്ങനെ കുഴച്ച് തന്നെ പടച്ചു. മണ്ണിൽ വെള്ളം ചേർത്ത് കുഴച്ച് കളിമൺ രൂപത്തിലാക്കി രൂപം പടച്ച് അത് ഉണങ്ങാൻ വെച്ച് ഉണങ്ങി കഴിഞ്ഞപ്പോ തീർച്ചയായിട്ടും അങ്ങനെയാണ്. തീർച്ചയായിട്ടും. അതാണ് കുറച്ചുകൂടി വിശ്വാസയോഗ്യമായ കഥ അല്ലെ? നിങ്ങൾക്ക് മറ്റേ അതാണ് പറഞ്ഞ എങ്ങനെ സ്വന്തം മനുഷ്യര് ഇങ്ങനെ മാറി? ജീവിതത്തിൽ ജീവികൾ പരിണമിച്ചുണ്ടായതാണ്. ശാസ്ത്രീയമായിട്ട് നമുക്ക് കിട്ടാവുന്ന തെളിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതേ സമയത്ത് കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്. മണ്ണ് കഴിച്ച് ഊതി റൂഹ് കയറ്റി നീപ്പിച്ചിരുത്തി പിന്നെ ഇമ്മന്നൊരു വാരിയലിൽ ഊരിയിട്ട് വേറൊരു പെണ്ണിനെയും സൃഷ്ടിച്ചു. ഇങ്ങനെയാണ് എന്നാണ് നിങ്ങളുടെ വിശ്വാസം അല്ലെ? തീർച്ചയായും. അത് ഖുറാനിൽ അങ്ങനെ എഴുതിയോണ്ടല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ല, സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു വസ്തു മാറുക നിങ്ങൾ പറയണേ? അല്ല, ഇങ്ങനെ ഒരു മണ്ണ് കുഴച്ചുണ്ടാക്കുക നിങ്ങൾ പറയണേ? അതെ. നിങ്ങൾ കോവിഡ് വന്ന സമയത്തേ കോവിഡിന്റെ വകഭേദങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഓരോ പേരൊക്കെ ഇട്ടിരുന്നില്ലേ? അതൊക്കെ ഈ ശാസ്ത്രജ്ഞന്മാര് വെറുതെ പറയാൻ നിങ്ങൾ വിചാരിച്ച? വധവേദങ്ങൾ പറയുമ്പോ കോവിഡ് വകഭേദങ്ങൾ ഇങ്ങനെ ഉണ്ടായില്ലേ? എന്താ കോവിഡിന്റെ പല വധവേഗങ്ങൾ എന്ന വാക്ക്? വകഭേദങ്ങൾ. അത് കോവിഡ് എന്ന് പറഞ്ഞ ഈ പറയപ്പെടുന്ന ഈ വൈറസേ മാറ്റങ്ങളോ? അത് പരിണാമം. നമ്മളിങ്ങനെ എന്താ പറയാ, അത് അത്രയും ചെറിയ ഒരു ജീവി ആയതുകൊണ്ട്, അത്രയും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് അതിലുള്ള പരിണാമങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ആ പരിണാമങ്ങൾ സംഭവിച്ചതിനൊന്നും നിങ്ങൾ അങ്ങനെ വാർത്തകളൊക്കെ കണ്ടിരുന്നു? അങ്ങനെ പുതിയ വകഭേദം ഉണ്ടായി
ഏഹ് എനിക്കറിയാം COVID-19 വരച്ച അന്നത്തെ 19 ലാസ്റ്റ് ഉണ്ടായതുകൊണ്ട് അതെ ഒക്കെ അതെ അതെ. അറിയാം. അപ്പൊ അന്നേ ഒരു അപ്പൊ വിശ്വാസത്തെ ഈ പെടുത്തിന്. പറയപ്പെടുന്ന ഈ പിന്നെ കൊറോണ അങ്ങനാണ്ട് വൈറസിന്റെ പല വകഭേദങ്ങൾ ഉണ്ടായപ്പോ അതൊക്കെ വെറുതെ ശാസ്ത്രജ്ഞന്മാർ വെറുതെ പൊള്ളു പറയാന്ന് വിചാരിച്ചു. അതാ ശരിക്കും അതിനനുസരിച്ച് പിന്നെ ഈ വാക്സിനും അപ്ഗ്രേഡ് ചെയ്യാനൊക്കെയുള്ള ശ്രമങ്ങളും പരീക്ഷണങ്ങളും മരുന്നും ചികിത്സയൊക്കെ നടത്തുന്നല്ലോ. ഈ വാക്സിന് ഗ്യാരണ്ടി ഒന്നാണോ ഇല്ലേ? ഗ്യാരണ്ടി എന്ന് പറയണത് ഇപ്പൊ എന്തിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഇത് പറയൂ. ഈ കോവിഡ് പരിണാമം സംഭവിച്ച് ഇങ്ങനെ വകഭേദങ്ങൾ ഉണ്ടാകുന്നതിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ വെറുതെ ശാസ്ത്രജ്ഞന്മാർ നുണ പറയാൻ വിചാരിച്ചോ? തൊള്ളപ്പെടായി. നമ്മള് ശാസ്ത്രത്തെ പറ്റിയിട്ട് എന്റെ ഒരു കാഴ്ചപ്പാട് എന്താ അറിയോ? ഉം. അത് അങ്ങനെ ഒരു എല്ലാ വിഷയത്തിലും അംഗീകരിക്കുന്നില്ല, എന്നാൽ എതിർക്കുന്നില്ല. മതപരമായിട്ട് ഇപ്പൊ ഒരു വിഷയം ആദ്യം ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് പരിണാമ സിദ്ധാന്തത്തിലൊക്കെ അതായത് നമ്മളെ മതത്തിനെയാണ് മുന്തിക്കുന്നത്. ഖുറാനില് പറഞ്ഞതോ ഒക്കെ അല്ലെങ്കിൽ ഖുറാനിൽ കിട്ടൂല. മുഹമ്മദ് നബി പഠിപ്പിച്ചതിലോ ഖുറാനിലുണ്ട്, പക്ഷെ നമുക്ക് കിട്ടൂല. നല്ല കാഴ്ചയുള്ള വലിയ വലിയ ഉം, മുജ്തഹിദീങ്ങൾ എന്നൊക്കെ പറയാം. അപ്പൊ അടക്കട്ടെ, ഇനിയിപ്പോ ഉം, അങ്ങനെ ചർച്ച ചെയ്താൽ അവിടെ എത്തൂല. എത്തൂല. അല്ല ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഖുർആനിലുള്ളത് ഖുർആനിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞതോ അതല്ലെങ്കിൽ ഹദീസുകളിലൂടെ മുഹമ്മദ് നബി പഠിപ്പിച്ചു തന്നതിനോ വിരുദ്ധമായി വരുന്ന എന്തെങ്കിലും ശാസ്ത്രീയ സത്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കില്ല. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈച്ചന്റെ ഖുറാനിനും വിഷയത്തിലൊക്കെ കണ്ടില്ല. ഹദീസിനും ഈച്ച നബിയുടെ അധ്യാപനത്തിന് എതിരാവാത്ത, അതായത് ഇപ്പൊ പനിക്ക് പാരസെറ്റമോൾ കുടിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ എതിർപ്പൊന്നുമില്ല. ഇല്ല. കാരണം അത് മുഹമ്മദ് നബിയുടെ അധ്യാപനത്തിന് എതിരാവില്ല. അതുകൊണ്ട് അങ്ങനെയല്ലേ? അതിന് എതിരാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി പറഞ്ഞ ചിലത് നമുക്ക് പെട്ടെന്ന് കേട്ടാൽ തിരിയില്ല. അങ്ങനെയും അല്ല ചില ആയിക്കോട്ടെ, വിഷയങ്ങൾ അതിൻ്റെ ഉള്ളിൽ അതൊന്നുമല്ല ഒളിഞ്ഞു ഞാൻ കിടക്കുന്നുണ്ടല്ല. ചോദിച്ചത്. അതതിനെ പറ്റി കൂടുതൽ പഠനത്തിന് വിധേയമാക്കാൻ എങ്ങനെയല്ലേ അങ്ങനത്തെ നമ്മൾ ഉദാഹരണങ്ങളുണ്ട്. ശാസ്ത്രീയമായ എന്ത് കാര്യങ്ങളും കിതാബിലുള്ളതുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് യോജിക്കുന്നതിൽ അത് അംഗീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. പിന്നെ നബി പറഞ്ഞ ചെറുതുണ്ട്, ഒരു ഇതുണ്ട്, ഈ ഒരു പൂവിനെ പറ്റിക്കാണ്ട് പറഞ്ഞേന് അതങ്ങനെ ചെയ്തോളിന്ന്. ഏതിനെ കുറിച്ചിട്ട്? ഒരു പൂവിനെ പറ്റിക്കാണ്ട് ഏത് എന്തായാലും പൂവാണത്? പറയല് ഒരു ഇതുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ചെടുത്താണ്ട് പൂ ആൺകൊലേന്നും പെൺകൊലേന്നും ഈത്തപ്പഴം. പഠിച്ചോൻ എന്തൊക്കെ നിങ്ങൾ വിശ്വസിച്ചെടുക്ക. അല്ല, അങ്ങനെയൊക്കെ നോക്കിയാ നമുക്ക് കാളേനെ കറന്ന പാല് കിട്ടണം. ഏഹ് കാളേനെ കറന്ന പാല് കിട്ടണം. അങ്ങനത്തെയൊക്കെ വാക്കുകൾ നിങ്ങൾ വാക്കർത്ഥം വെച്ച് പോയാ ഈ പാല് അത് വേറെ ഇനി സംസാരിക്കാണ്ട്. പാല് ഈ ഒരു ജീവനെ അറക്കുമ്പോൾ പാല് നിങ്ങൾ കാണൂല. ഈ പറഞ്ഞ ആൺകൊലയും പെൺകൊലയും പൂക്കൊലയും അതേമാതിരി തേനീച്ചന്റെ ലിംഗമൊക്കെ നോക്കി പറഞ്ഞാലേ നിങ്ങൾ പറഞ്ഞ കണക്കും പ്രകാരം എന്ത് ചെയ്യണമെന്നറിയോ? അല്ല, നമ്മൾ ഇതിമ്മക്ക് വരിക അല്ല, ഉം, എങ്ങനെ പോകും? ഇനി പാലിനെ പറ്റിയിട്ട് വേറെ സംസാരിക്കാണ്ട്. ഇപ്പൊ ഒരു പശുവിനെ അറക്കുമ്പോൾ പാല് അതിനെ ഉള്ളിൽ നോക്കിയാൽ കാണൂല, അതിനെ ഉം, കറക്കുമ്പോൾ 2 ലിറ്റർ പാല് കാണുന്നുണ്ട്. ഉം. അതിനെ വേറെ സംസാരിക്കാണ്ട്. ഞങ്ങൾ ഇതിമ്മക്ക് പരിണാമത്തേക്ക് വരിക, മറ്റേ പൂട്ടിയാവില്ല. പരിണാമത്തേക്ക് വരെ. അപ്പൊ നിങ്ങളെ ഇതിലിങ്ങനെ വിശ്വസിക്കാതെ ഇങ്ങനെ കൊരങ്ങായി, പിന്നെ ഇങ്ങനെ വങ്കിയായി, പിന്നെ ഇങ്ങനെ അങ്ങനെ പറയാം. അങ്ങനെയല്ല. വലിയ എങ്ങനെയാന്ന് വെച്ചാലേ പൊറില്ലായി ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് എന്റെ നിലപാട് ഞാൻ പറഞ്ഞു. നമ്മൾ മനുഷ്യരുണ്ട് അല്ലേ? ഞാനുണ്ട്, നിങ്ങളുണ്ട്. ഇതാണ് ഉണ്ട് നമ്മളെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. ഉണ്ട്. ഇതിനു മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നമ്മൾ മുന്നോട്ട് നമുക്ക് അന്വേഷിച്ച് പോവാണ്. ഇപ്പൊ നമ്മൾ മനുഷ്യരെങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കണമെങ്കിൽ നമ്മളുടെ മുമ്പിലുള്ള മാർഗം എന്താണ്? ലഭ്യമായ അറിവുകൾ പരിശോധിക്കുക. അതില് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിലാണ് അറിവിന് വേണ്ടി ഇപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രകൃതി പ്രതിഭാസത്തെ കുറിച്ചോ അല്ലെങ്കിൽ ജീവജാലങ്ങളെ കുറിച്ചോ സസ്യലതാദികളെ കുറിച്ചോ പ്രപഞ്ചത്തെക്കുറിച്ചോ പ്രകൃതിയെ കുറിച്ചോ ഒക്കെ പഠിക്കാൻ ഞാൻ അവലംബിക്കുന്ന മാർഗം ശാസ്ത്രീയമായിട്ടുള്ള അറിവാണ്. അതാണ് വസ്തുതാപരമായിട്ടുള്ളതും തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങള് മുൻധാരണകളോ മുൻവിധികളോ ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു അറിവിന്റെ മാർഗം. മറ്റത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങള് ഈ പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്നാണ് വിശ്വാസം. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പരശുരാമൻ മഴു പറഞ്ഞിട്ട് കേരളം ഉണ്ടായതെന്നോ? ആ ഇപ്പൊ ഈ വയനാട് ഉണ്ടായത് ഇങ്ങനെയെന്ന് പറയലുണ്ട്. ഈ കരിഞ്ചന്തൻ അത് പോട്ടെ. കാട് തെളിയിച്ചിട്ടാണ്. പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത് എന്നൊരു ഐതിഹ്യമുണ്ട്. ആ, അതിൽ നിങ്ങൾ അത് ഹൈന്ദവത്തിലുള്ള എന്തിലുള്ളതെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ ഈ മതങ്ങൾ തമ്മിലുള്ള അല്ല, നിങ്ങൾ വിഭാഗീയതയിലേക്ക് ഒരു പോവല്ലേ? വിഷയങ്ങളെ ആധികാരികമായി പറഞ്ഞ മാതിരി പറയുമ്പോൾ എവിടുന്നാ അല്ല, കിട്ടിയെന്ന്. പരശുരാമൻ എന്ന് പറയുമ്പോ എന്തായാലും ഇപ്പൊ പരശുരാമൻ റളിയല്ലാഹു അൻഹു അല്ലല്ലോ. അല്ല, അതൊരു അലൈഹി ഇതെന്ത് സ്വലാത്തു ദൈവ എന്താ അപ്പൊ സാധനം? എന്തായാലും പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായത്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അങ്ങനെ ഒരു ഐതിഹ്യം? ഓർമ്മയില്ല. എന്താ കഥ? നിങ്ങളൊക്കെ അങ്ങനല്ല ഇപ്പൊ കേരളത്തില് ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സംഭവം അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതൊരു പക്ഷെ അദ്ദേഹം ഇപ്പൊ ഈ കരിഞ്ചന്ത് വയനാടിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ, അത് എന്ത്? നിങ്ങൾക്ക് അറിയോ?
അല്ല, സ്ഥലപ്പേരുണ്ടായ കഥയല്ലേ. ഇപ്പൊ ഞങ്ങളെ നാട്ടിലൊരു കല്യാണ കരിഞ്ചന്തനാണ് കാപ്പുണ്ട്. പറഞ്ഞത്ര ഈ ടിപ്പു സുൽത്താന്റെ കർണാടക അങ്ങനെ ഈ വയനാട് ചുരം കണ്ടുപിടിച്ച ആ ചരിത്രം നിങ്ങൾക്ക് അറിയോ? പറഞ്ഞോ, ഇല്ല. അറിയോ? ഉം ആ, എന്നാ പറഞ്ഞതാ. ഈ ബ്രിട്ടീഷുകാർക്ക് കരിഞ്ചന്തനാണത്ര ഈ വഴി ഈ കാണിച്ചു കൊടുത്തത്. വയനാട്. ആ, അതെ. ആ എന്നിട്ട് ഓൾക്ക് അതിന്റെ ആ ഒരു ക്രെഡിറ്റ്, അതിന്റെ ഒരു ഇതുണ്ടല്ലോ, ഞാനാണ് ചെയ്തതെന്നുള്ള ആ ആ ആ ഒരു മെയിൻ ഒരു പേരെടുക്കാൻ വേണ്ടിട്ട്. ഒരു മെയിൻ ആവാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അയാളെ കൊന്ന്. ആ അങ്ങനെയൊക്കെ ചരിത്രം പറയുന്നുണ്ട്, ആ അല്ല, യൂട്യൂബിലൊക്കെ അത് ഉണ്ട്. പോട്ടെ. അതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ അന്നമാതിരി വല്ലതും ഇപ്പൊ ആവാം. കേരളം അല്ല, ഉണ്ടായത് അന്നമാതിരി ആവാം. കരിഞ്ചന്ത. പിന്നെ ഒരു മിനിറ്റ്. പിന്നെ നമ്മുടെ എന്താ പറയാ, കേരളം ഉണ്ടായത് പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ ആദ്യം പിന്നെ അള്ള മണ്ണ് ഇല്ല, വെച്ചുണ്ടാക്കിയതാണ് വിശ്വസിക്കുന്നില്ല നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, കരിഞ്ചന്തൻ വയനാട് കണ്ടുപിടിച്ച മാതിരി ആവാം. ഈ എന്താ പേര് തന്നെ, പരശുരാമനോ അങ്ങനെ ആ കണ്ടുപിടിച്ചതാവാം. ആവാം. അതൊരു സിനിമന്റെ പേരല്ലേ. പരശുരാമൻ മഴ എറിഞ്ഞിട്ട് ഉണ്ടായത്, കണ്ടുപിടിച്ചതല്ല, ഉണ്ടായതാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ആയിരിക്കോ കേരളം ഉണ്ടായിട്ടുണ്ടാവുക? മഴ അറിഞ്ഞിട്ടോ? ആ പഴയ കാലത്ത് എങ്ങനെ ഒരു ഭൂമി മഴ അളക്കല് എടുത്ത് നിങ്ങൾ വീശി മനസ്സിലാക്കിയേ? എറിഞ്ഞിട്ടേ, ഒരു മഴ അല്ല, പഴയ എടുത്ത് കാലത്ത് വീശി എങ്ങനെ ഭൂമി എറിഞ്ഞപ്പോ. അളക്കല്? പഴയ കാലത്ത് അല്ലെ എങ്ങനെ ഭൂമി അളക്കല്? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് പറയുങ്ങളേ. ഒരു മഴ എടുത്ത് എറിഞ്ഞ് വീശി എറിഞ്ഞിട്ട് അത് ആ മഴ കൊണ്ട് ഉണ്ടായി വന്ന കടലിൽ നിന്ന് പൊങ്ങി വന്ന പ്രദേശമാണ്. ആ വെള്ളം മാറിപ്പോയിട്ടുണ്ടായി വന്നതാണ് കേരളം എന്നത് അത് നിങ്ങൾക്ക് കൂട്ടി പറയണ്ട എന്നാല്. വെള്ളം മാറിപ്പോയിട്ടോ? ആ കേരളത്തിൽ വെള്ളം ഉണ്ടായിരുന്നാ പറയണേ? കടൽ തീരത്തേ, ആ കടൽ തീരത്ത് ഇങ്ങനെ എറിഞ്ഞപ്പോഴേ ആ ആ മഴ കൊണ്ട ഭാഗത്ത് കുറച്ചുകൂടെ കരയായി മാറിയതാണ് അങ്ങനെ ഉണ്ടായതാണ് കേരളം എന്ന്. അങ്ങനെ ഫുള്ളായിട്ട് കേരളാണ്ടായി അതെ മാറി എന്നാ അതെ പറഞ്ഞേ? ആ ചേട്ടാ, അത് ലേശം റിസ്ക് ഉണ്ട്. ഞാൻ കരുതി ഇത് പേരിട്ട അത് റിസ്ക് ആളിങ്ങനെ. ആണ്. അതേ ആ സമയത്ത് നമ്മൾ ആദം നബി മണ്ണ് വെച്ചുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ മൂസാ നബി വടി എടുത്തിട്ട് പിന്നെ പാറയിൽ അല്ല കടലില് അടിച്ചപ്പോ അത് രണ്ട് പിളർപ്പായി മാറി നിന്നു എന്നുള്ളത് കുഴപ്പമില്ല. ഒക്കെ ഇനി വേറെ വിഷയമുണ്ട്. ഉം. ഈ ഒരു കറാമത്ത് എന്തൊക്കെ മഹാന്മാരായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കറാമത്ത് ഇപ്പൊ ഉസ്താദുമാരൊക്കെ ഉണ്ടാവും. പരശുരാമനും ആവാലോ, മൂസാ നബിക്ക് മാത്രം ആക്കണെന്ന് അത് നമ്മള്. ഇസ്തിദ്റാജും ആവും. ഏ ഈ അത്ഭുതങ്ങളെല്ലാം കാണിക്കാൻ പലർക്കും കഴിയും. ആ പക്ഷെ അപ്പൊ എങ്ങനെയാന്ന് വെച്ചാലേ, ഇതങ്ങനെ ഉണ്ടായതാന്നുള്ള നമ്മള് നമ്മള് ചിന്തിക്കാണ്ട്. അപ്പൊ എന്താണെന്ന് നമ്മുടെ പറയാന്? നമ്മുടെ കിതാബിലുള്ള അത്ഭുതങ്ങളൊക്കെ മോചിതത്വം കറാമത്തും ഭയങ്കര സംഭവം. മറ്റുള്ളവരുടെ കഥയിലുള്ള കാര്യങ്ങളൊക്കെ തമാശ, മനുഷ്യന്മാരെ കെട്ടുകഥ, അന്ധവിശ്വാസം. എന്നെ അതിന് സംബന്ധിച്ച് അതല്ലല്ല. എന്നെ നിക്കട്ടെ സംബന്ധിച്ച് നിക്കട്ടെ നിക്കട്ടെ നിക്കട്ടെ. എന്നെ സംബന്ധിച്ച് അന്ധവിശ്വാസം ഇതെല്ലാം കെട്ടുകഥ തന്നെ. നിങ്ങൾ ചേർത്ത് വെച്ചതാ. ഞാൻ ഉം. അതിനെ പറ്റിയിട്ട് മൗനിയാവാണ്. ഇനി വല്ല മൗനിയാവണ കങ്കട്ടോ എന്താ വെച്ചാല് നിങ്ങള് വല്ല നമ്മൾ ഇസ്തിദ്റാജോ. ഇതുപോലത്തെ ഒരു ഇസ്തിദ്റാജ് സാധനം എന്താ കൈ അറിയോ? പിടിച്ചോണ്ട് അതിനെ എതിർക്കണ്ട വെച്ചിട്ടും അല്ല, ഉണ്ടായിരിക്കണാണ്. ഇസ്തിദ്റാജ് സിഹിറൊക്കെ അറിയില്ലേ? അന്നൽക്ക് വല്ലതും ആണോ? അതിപ്പോ കിടക്കട്ടെ. അതിനെ പറ്റിയിട്ട് ആധികാരികമായി പറയാൻ കൂടുതൽ അറിയില്ല. പക്ഷെ അങ്ങനെ ഒരു വകുപ്പുണ്ട്, ഇസ്തിദ്റാജ് ഫാസിക്കിൽ നിന്നിട്ട് സിഹിർ എന്നൊക്കെ. നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്താ പറയാ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ പേടിക്കുകയും അതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന്റെ നിങ്ങൾക്ക് പേടിയാണോ ശരിക്കും? ഇതിന് എന്താ എല്ലാത്തിലും നിങ്ങൾക്ക് ദൈവത്തിന് പേടിയുണ്ടോ? ദൈവത്തിനാണ് നമുക്ക് നന്ദി ചെയ്തിട്ടൊക്കെ നിസ്കരിക്കും, സ്വർഗത്തിൽ കൂലി തരും. ആ. കൂലിന്റെ പൂതി അല്ല, അവിടെ നിങ്ങൾ കട്ടെ. പേടിയോ? പേടിയുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ? നരകം പേടി, പേടിയോ? ഭയം. ആ നരകത്തെ പേടിയോ? ആ അങ്ങനെ തെറ്റിൽ നിന്ന് മാറിക്കേ. നിങ്ങൾക്ക് പേടിയുണ്ടോന്ന്? ദൈവം പറഞ്ഞ ദൈവമല്ല നമ്മളെ സൃഷ്ടിച്ച. അപ്പൊ ആ ദൈവത്തിന് നമ്മള് നിങ്ങൾക്ക് ഓരോ സമയത്തും ഇപ്പൊ നിങ്ങൾ ഒരു വക്ത് നിസ്കരിക്കുകയാണ്, അപ്പൊ നിങ്ങൾ ളുഹർ നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം ഉളു ശരിയായിട്ടുണ്ടാവൂലേ പഠിച്ചോനെ? ഉളു സ്വീകരിക്കണേ പഠിച്ചോനെ? നിസ്കാരം കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാ, എന്റെ നിസ്കാരമൊക്കെ ശരിയായിട്ടുണ്ടാവില്ലേ പഠിച്ചോനെ? ഇത് അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടാവില്ലേ പഠിച്ചോനെ? ഈ ഒരു ബേജാർ നിങ്ങൾക്ക് ഉണ്ടോന്ന്? ഇല്ല. 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 അപ്പൊ നിങ്ങൾക്ക് തഖ്വ കുറവാണ്. ഞാൻ നിങ്ങൾ കരുതുന്ന ലെവലിലുള്ള ആളല്ല. നിങ്ങൾ തസവുഫിലാണോ? ഞാൻ ദൈവങ്ങളും നിസ്കരിക്കും. തമ്മിലൊരു പ്രണയബന്ധത്തിലാണോ? ആ, ആണോ? ചെറുതായിട്ട് അങ്ങനെയൊക്കെ പറയാം. തസവുഫിന്റെ വഴിയിലാണ് നിങ്ങള്. ഇതിപ്പോ നിങ്ങൾ പുറത്തൊക്കെ വിടൂലേ? ഇത് ഉറപ്പായിട്ടും വിടും. അതായത് നിങ്ങള് ഈ ചെറുതായിട്ട് ഓരോ പറയുന്ന അങ്ങനത്തെ ആളുകളെ സ്നേഹിക്കുന്ന ആളാ. ഖബർ പടച്ചോനെ ജിയാർത്തൊക്കെ. സ്നേഹിക്കുന്ന ആളാണ്. അല്ല, ഖബർ ജിയാർത്തൊക്കെ ചെയ്താൽ അങ്ങനെ ഓവർ അപ്പൊ സ്നേഹമൊന്നുമില്ല, നിങ്ങള് എന്നാലും അതിനു വേണ്ടി ശ്രമിക്കുന്ന ആളാ. അതെ, ലിഖായിന് നിങ്ങൾ വേണ്ടിട്ട്. ലിഖാവ് റബ്ബിന് വേണ്ടിയിട്ട് നടക്കുന്ന ആളാണ്. ചെറുതായിട്ട്. ഹൂറുലിങ്ങളും നമ്മളെ തൽപര വിഷയമല്ല. അതിലെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിക്കലില്ല.
നമ്മള് എന്നാൽ ലിഖായിലാണ് പേടിയാണ് അത്തരം കാണുന്നത്. പാപങ്ങളിലൊക്കെ ദുന്യാവിന്ന് പെടുന്നത് പക്ഷെ അപ്പൊ പേടിയാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ചോദിച്ചോളൂ. നിങ്ങൾ എന്നോട് പറയാറുള്ള ഇസ്ലാം വെച്ചിട്ട്, നിങ്ങൾ എന്നോട് പറയാറുള്ള അഖീദ വെച്ചിട്ട് ഞാനും ആ ദീനിന്ന് പുറത്തല്ലേ? മനസ്സിലായില്ല. അതായത് ഇപ്പൊ നമ്മളെ സാക്കിർ നായിക്കും MM അക്ബറും ഇവിടുത്തെ നമ്മളെ EK സമസ്തയും AP സമസ്തയൊക്കെ പറയുന്ന ദീനുൽ ഇസ്ലാം എന്ന് ഞാനും നിങ്ങളും മുർത്തതല്ലേന്ന്? അയ്യ, എന്തുകൊണ്ടാ എന്നെ നിങ്ങൾ മുർത്തതാക്കിയത്? നിങ്ങളിപ്പോ ഇതൊക്കെ പറഞ്ഞ പിന്നെ എന്താ ഇനി? ഇത് ടോപ്പ് നിങ്ങൾക്ക് അള്ളാനെ ലെവൽക്കാണ്. അയക്ക് പേടിയില്ലായിരുന്നേ? വേണ്ടിട്ട് അള്ളാനെ പേടിയില്ലായിരുന്നേ? പേടില്ലാന്നാണ്, പേടിച്ചാണ്ടിനല്ല നിസ്കരിക്കണത്. ആ അല്ല, ആ ലെവൽ കൂടെ അല്ല. ആ അതിന് വിശദീകരിക്കണോ? ആ വേണം. ആ ലാശം കേട്ടോളി. മരണത്തെ കുറിച്ച് ഭയമില്ല, ഖബറിനെ അത് കുറിച്ച് ലാശം ഭയമില്ല, കേട്ടോളി, ലാശം കേട്ടോളി. നരകത്തെ കുറിച്ച് ഭയമില്ല. നിങ്ങൾ ലിഖാഹ് റബ്ബ് മാത്രം കൊതിച്ച് അള്ളാഹുവിനോട് സ്നേഹം പ്രണയവും ആ ഫീലിൽ നിങ്ങൾ മുന്നോട്ട് പോവാണ്. ആ അഖീദ പിന്നെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദയാണോ? പിന്നെ അതിന്റെ ഇത് എന്താ കഥ? ഈ നമ്മളെ നാട്ടിലുള്ള ഈ സൂഫികളെയൊക്കെ എന്താ പറയാ, നിങ്ങൾ ഈ പറയുന്ന ലിഖാഹ് റബ്ബ് കൊതിക്കുന്ന ആൾക്കാർ ലിഖാഹ് റബ്ബ് മാത്രം മതി എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിൽ ലയിക്കുക മരണത്തിലൂടെ, അല്ലെ? ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്ത് രസം എന്ന് പറയുന്ന എന്താണ് ആ ലൈലാന്റെ മുളങ്കാട്ടിനുള്ളിലെ ആ കൊള്ളിക്കൊരു ലാക്ക്, അങ്ങനല്ലേ? ഞാൻ പറഞ്ഞോട്ടെ, ആ ഇത് ആ പല പാട്ട്. ദർജയില് ഇബാദത്ത് എടുക്കണവരുണ്ട്. നരകത്തെ പേടിച്ചിട്ടുണ്ട്, പിന്നെ അതിന്റെ മേലക്കാണ് സ്വർഗം ആഗ്രഹിച്ചിട്ട് ഇബാദത്ത് എടുക്കുക. അതിന്റെ ടോപ്പാണ് അള്ളാന്റെ ലിഖാഹ്, അള്ളാന്റെ പ്രീതി ആഗ്രഹിക്കുക. ഞാൻ അയിമക്ക് ഇങ്ങോട്ട് കൂടുതൽ എത്തിയിട്ടില്ലെങ്കിലും ലേശെങ്കിലൊക്കെ നിങ്ങൾ അയിമക്ക് ആഗ്രഹിക്കുന്ന ആളാണ്. ശ്രമിച്ചോണ്ടിരിക്കണം. പിന്നെ ഞാൻ നിങ്ങൾ പറയണത് ഫസ്റ്റ്, ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ, നിങ്ങൾ ഞാൻ ഫസ്റ്റ്, പറയട്ടെ, ഈ പറയപ്പെടുന്ന പല തട്ടുകളിലുള്ള ആളുകളുടെ ഈമാൻ, പല തട്ടുകളിലുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ഈമാൻ, ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയാണോ? അതാ ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ആണ്. പല ദർജകളിലായിട്ടുള്ളതാണെന്ന് മാത്രം. ഇപ്പൊ ഇത് നമുക്ക് എങ്ങനെ പോലീസിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്, പോലീസിൽ ഏതൊക്കെ ഇത് വിഭാഗം നമുക്ക് ഉണ്ടാവും? ഏത് ഈമാൻ കാര്യം കൊണ്ടാ വിശദീകരിക്കാൻ പറ്റുക? ഇത് തസവുഫിന്റെ ഏറ്റവും ഉയർന്നതായ ലെവലാണ്. ഞാൻ അതില് കാര്യമായിട്ട് അതിൽ അപ്പൊ ഞാൻ പെട്ടിട്ടില്ലെങ്കിലും ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു ലെവൽ ഉണ്ട്. എന്നോടൊരു സൂഫി പറഞ്ഞത് ഞാൻ മൂസയാണെന്നാണ്. മൂസ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കണത്? അല്ല, നിങ്ങളെ കാഴ്ചപ്പാടിൽ നിങ്ങളെ വഴി ആലോചിക്കുകയാണെങ്കിൽ ഞാൻ തസവുഫിന്റെ ഏതെങ്കിലും മേഖലയിലുണ്ടോ, അതോ ഞാൻ മുർത്തതാണോ? നിങ്ങളോ? പിന്നെ ഈ സൂഫികളെ പറ്റിയിട്ട് പറഞ്ഞ കുറച്ച് പറയാണ്ട്. പറഞ്ഞോളി. ആളുകൾക്ക് അധികം പരിചയമില്ലാത്തൊരു ഏരിയയാണ്. ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറയാണ്. എന്നാ കേട്ടോളി. ഭ്രാന്തായാൽ എന്ത് സുഖം എന്ന് പറയേണ്ടി നിങ്ങൾ ആദ്യം. ഭ്രാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിച്ചാണ്ട് ഒരു മസ്തിന്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ട് ഒരു ബുദ്ധി മറയുന്ന അവസ്ഥയുണ്ട്, സൂഫിയാക്കളുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ ഈ മരണത്തോട് കൂടിയിട്ടല്ല ലയനം. നിങ്ങൾ നേരത്തെ പറഞ്ഞു മരണം എന്നല്ല, ഈ ലയനം എന്ന് പറഞ്ഞ കൽബിയായിട്ട് അള്ളാഹുവിലേക്ക് ചേരലാണ്. പിന്നെ അവർ ഉയിരോടെ ഇരിക്കുമ്പോ തന്നെ ലയിക്കാം. പിന്നെ ഓന് നിസ്കാരം, ഖുർആനോത്ത് അതൊന്നും ഓനൊരു ഭാരമായിട്ട് അനുഭവപ്പെടില്ല. പിന്നെ ഓനൊരു സംഗതി ഒഴിവാക്കാന്ന് പറഞ്ഞു ഞാൻ പറട്ടെ, പിന്നെ ഓനൊരു സംഗതി ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ഒഴിവാക്കണേന് ഓനൊരു വിഷയമില്ല. പിന്നെ എടുക്കാന്ന് പറഞ്ഞാൽ എടുക്കണേന് ഓനൊരു വിഷയമില്ല. പിന്നെ ഓന് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാൻ ഓന് സന്നദ്ധനാണ്, എന്തും എടുക്കാൻ ഓന് സന്നദ്ധനാണ്. മുതൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, മുതൽ വാങ്ങണമെങ്കിൽ വാങ്ങാം, ഒക്കെ അള്ളാഹ് ഗറൂഫിലായിരിക്കും ഓന്റെ ബന്ധം. പിന്നെ ഓന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈ ഒരു ഇത് ഉണ്ടാവല്ലോ, പിന്നെ ഇത് നേരത്തെ കഴിഞ്ഞ ഞാൻ പറട്ടെ, നിങ്ങൾ ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ നിങ്ങൾ പഠിച്ചേ പറയില്ല. ഞാൻ പൂർത്തിയാക്കട്ടെ, ഞാൻ തുടങ്ങിച്ചു. അല്ല അതിന്റെ ഒരു ഇത് ആ ഒരു ഇതില് പോട്ടെ. അപ്പൊ എവിടെ എത്തിയപ്പോ അതന്നെ. അപ്പൊ എല്ലാം ആള് ചെയ്യുന്നതൊക്കെ പിന്നെ മുമ്പ് പറഞ്ഞു. പിന്നെ പണ്ടൊക്കെ പോയത് 4 ക്ലാസ് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ സ്ത്രീക്ക് പൗതിയ കിട്ടിയ സ്വത്തിന്റെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു സ്ത്രീക്ക് ഇത്രയാണ് അവകാശം നിലനിൽക്ക്, പിന്നെ ഔദാര്യല്ലേ അവകാശമില്ല എന്നാണ്ട് ഒരു 3-4 മിനിറ്റ് അതിന് ഇങ്ങനെ നമ്മളൊരു ചർച്ചയായിട്ട് പോയിന്. സൂചിപ്പിക്കണുള്ളൂ, ഓർക്കണില്ലേ? അപ്പൊ അന്ന് റിവന്റെ അവസ്ഥയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് അവസ്ഥകൾ മാറും. പിന്നെ ഈ മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹറിലുണ്ട്, ബാത്തിനിയായിട്ടുണ്ട്, തൂഫ എന്നൊക്കെ പറയുന്ന ഒരു കിതാബിലുണ്ട്. അപ്പൊ ചില സൂഫിയാക്കൾ ചെയ്യുന്നതിന്റെ പെട്ടെന്നാണ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറമെ നോക്കി കഴിഞ്ഞാൽ പുറത്തം കിട്ടൂല. പിന്നെ ചിലർക്ക് ജذബ് നയിക്ക് വരിക. ജذബ് എന്ന് പറഞ്ഞാൽ ബുദ്ധി മറിയാം. ഈ CM വലിയുള്ളാക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയാണ് ജذബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ജذബ് ഉണ്ടായിട്ട് മഹാനവറുകൾക്ക് റമദാന്റെ പകലിൽ കഞ്ഞി കുടിച്ചിന് അണ്ടോണം നിൽക്കുന്ന സമയത്ത് അത് കണ്ടാണ് ബുദ്ധിയുള്ള ബോധമുള്ള ഒരു മനുഷ്യനെ അത് കുടിച്ചാൻ പറ്റൂല. അതൊക്കെ കഴിഞ്ഞ് മഹാനവറുകളെ ഇന്നൊക്കെ തെളിഞ്ഞൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്.
പിന്നെ എന്ന് പറഞ്ഞാൽ ചില കറാമത്ത് ചിലതൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒരു അനുഭവിക്കണം. ചില നമ്മൾ ദർസ് പഠിച്ചു ഉസ്താമാരത്തുനിന്നോ അല്ലെങ്കിൽ ഒരു ശേഖന്മാരത്തുനിന്നൊക്കെ. അപ്പൊ നമുക്കൊന്നുകൂടി ഇതൊരു ഫിറ്റ് ആവുള്ളൂ. അല്ലാതെ അത് വെറും എഴുതിയ കഥകൾ മാത്രമല്ലല്ലോ, ഒന്ന് അനുഭവിക്കൂടിയും ചെയ്യുമ്പോൾ ഇത് എനിക്കുണ്ടായതാണല്ലോ എന്നുള്ള നിലക്ക് ഒരു ചായും പുളിയൊക്കെ ഉണ്ടാവുമ്പോൾ ഒന്നുകൂടി ഫിറ്റ് ആവും. പിന്നെ സൂഫിയാക്കൾ തന്നെ പല ദർജകളിലുള്ളവരുണ്ട്. കറാമത്ത് കാണിക്കാത്തവരുണ്ട്. പിന്നെ ശരീഅത്തിനെതിരെ ബുദ്ധി ഉണ്ടായിട്ട് ശരീഅത്തിനെതിരെ ചെയ്യണോ സൂഫി അല്ല. പിന്നെ ഒരു സൂഫി കള്ള് കുടിക്കൂല, വ്യഭിചരിക്കൂല, ഈ പണിയൊന്നും പോലും ചെയ്യൂല. പിന്നെ കള്ള് തേനാക്കി മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ട്. തേനിനെ വേണേ കുടിക്കും. പക്ഷെ അവിടെ കള്ളായില്ല, അവിടെ തേന്റെ അവസ്ഥ വരിക, പാലിന്റെ അവസ്ഥ വരിക. ഞാൻ ചോദിക്കണതില്ലേ, ഞാൻ അത് ചോദിക്കണത് നിങ്ങൾക്ക് കത്തിയുണ്ടോ അവിടെ തേന്റെയും പാലിന്റെ അവസ്ഥ? ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കണത് എന്നാ പിന്നെ സൂചിപ്പിക്കണോ? ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനം, നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ വിശ്വാസം ഒക്കെ വന്നു കഴിഞ്ഞാല് എനിക്കൊക്കെ ഉണ്ട് എന്നല്ലോ ഞാൻ വാദിക്കണത്. ആഗ്രഹമുണ്ട് ആ ലെവൽക്കൊക്കെ എത്താൻ. അല്ല, ഞാൻ ചോദിക്കണത് നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ ഈ സൂഫിസത്തിന്റെ പല ദർജകളുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ പറഞ്ഞ ഈ വിശ്വാസ പ്രകാരം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ അഖീദക്കാരെന്ന് അവകാശപ്പെടുന്നവരുടെ മുന്നിലെത്തിയാൽ നിങ്ങളും ഞാനും മുർത്തതല്ലേന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഈ പൊതുവെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ചോദിച്ചാല് നമ്മളെ നാട്ടിലുള്ള വഹാബി തൗഹീദിന്റെ ആൾക്കാര് വഹാബികളെ മുമ്പ് ചെന്ന ഇങ്ങക്കും എനിക്കും ചേർത്ത് ഒറ്റ വിധിയല്ലേ എന്ന് ഞാൻ ചോദിച്ചത്. ഞങ്ങളെന്താ മനസ്സിലാക്കിയ സൂഫിയാക്കൾ പറഞ്ഞ സുന്നത്ത് ജമാഅത്തിനെതിരാണെന്നോ? ഞാൻ ചോദിച്ചത് അതല്ല. ഞാൻ പറഞ്ഞത് യഥാർത്ഥ പ്യൂർ തൗഹീദിന്റെ ആൾക്കാർ ഞങ്ങളാണ് എന്ന് പറയപ്പെടുന്ന ഇവിടുത്തെ വഹാബികൾ ഉണ്ടല്ലോ, നമ്മളെ നാട്ടിലത്തെ മുജാഹിദുകള്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്യൂർ തൗഹീദിന്റെ ആ അളവുകോല് വെച്ച് അളന്നാല് എനിക്കും ഇങ്ങക്കും ചേർത്ത് ഒറ്റ മരുന്നല്ലേന്ന് ഞാൻ ചോദിച്ചത്. അല്ല, നിങ്ങൾ ഈ പറയണ പിന്നെ ജദബിന്റെ ഹാലിലെത്തുകയും പല ദറജകളിലെത്തുന്ന സൂഫിസത്തിന്റെ പല അനുഭവങ്ങൾ ഉണ്ടാവുകയും അതുവഴി പിന്നെ ഹറാമും ഹലാലും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ നിർബന്ധങ്ങൾ ഒഴിവാക്കുന്ന ആളുകൾ, റമദാനിൽ കഞ്ഞി കുടിക്കുന്ന ഔലിയ എന്നിത്യാദി വിശ്വാസങ്ങളൊക്കെ വിലായത്തിന്റെ ലക്ഷണമായിട്ട് പോലെ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? രണ്ട് ചോദ്യം നിങ്ങൾ ചോദിച്ചേ. എനിക്കും ഇങ്ങക്കും ഒരേ വിധിയാണോ? ഈ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് ചോദിക്കണേ. അങ്ങനെയുണ്ടോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ വിലായത്തിന്റെ ലക്ഷണങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തി പറഞ്ഞ ഈ കാര്യങ്ങൾ അനുസരിച്ച് അത് ഒരു തൗഹീദിന്റെ ഭാഗമായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് തൗഹീദ് ഉണ്ട് എന്നാണോ അവരുടെ വാദം, അതോ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നാണോ? ഇത് ആദ്യം വിദേഹത്തിനെ പറ്റി ലാശം മനസ്സിലാക്കാണ്ട്. വിദേഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഇബിന് തീമിയ ഓലൊക്കെ ഉണ്ടാക്കിക്കാണ്ട് പരിഷ്കരിച്ചാണ്ട് വിദേഹത്ത് പുത്തനാശയം പറഞ്ഞാൽ എന്താ? നിങ്ങൾ മനസ്സിലാക്കിയ വിദേഹത്ത് പറഞ്ഞാൽ എന്താ? മനസ്സിലാക്കിയ വിദേഹത്ത് എനിക്കറിയാം. ഞാനൊരു EK സുന്നി മദ്രസയിൽ പഠിച്ചാണേ. മുജാഹിദ് ജമാഅത്ത് പോലത്തെ പുത്തൻവാദികളോട് പിന്നെ തുടർന്ന് നിസ്കരിക്കരുത്, അവരെ കണ്ട സലാം പറയരുത്, സലാം പറഞ്ഞാൽ മടക്കരുത് എന്ന് പഠിച്ച ആളാണ് ഞാൻ. വിദേഹത്ത് പറഞ്ഞാൽ ദീനിലില്ലാത്ത കാര്യങ്ങൾ ദീനിലേക്ക് കൊണ്ടുവന്ന് വരുത്തി തീർക്കുക, പുതുതായിട്ട് മലയാളം പരിഭാഷ തുടങ്ങി ഒരുപാടുണ്ട്. വിത്തിറി എട്ടാക്കുക, മക്ബറ സിയാർത്ത് ചെയ്യാൻ പാടില്ല, മരിച്ചോൾക്ക് ഓതരുത്, ഇങ്ങനെ തുടങ്ങിയിട്ട് കശപിശ ഉണ്ടാക്കുക. എന്തെങ്കിലും പുണ്യമായ ദിവസങ്ങളൊക്കെ വരുമ്പം അന്നത്തെ രാത്രി അന്നായിട്ടൊരു ഇഞ്ഞൊരു ബാധത്തുണ്ടോ, അന്നായിട്ടൊരു പ്രത്യേക ഒരു പുണ്യകർമ്മം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് ഒരു വിശ്വാസം. പ്രത്യേക സുന്നത്തുണ്ടോന്നൊക്കെ ചോദിക്കുക. എങ്ങനെ? തലയിൽ കെട്ടലേ, നബി തലയിൽ കെട്ടിയിരുന്നു, അപ്പൊ അത് വെച്ചിട്ട് തലയിൽ കെട്ടല് വാലിടണോ എന്ന് വെച്ചിട്ട് തൊപ്പിയും തലയൊന്നും ഇടാതെ തൊപ്പി തലമറക്കൽ പ്രത്യേക സുന്നത്തില്ല എന്ന് പറയാം. പാടില്ല എന്ന് പറയാം. ബാലുശ്ശേരിയാ തോന്നുന്നുണ്ട് ഇപ്പൊ തൊപ്പിടേണ്ടത് തോന്നുന്നുണ്ട്. അതൊക്കെ അവസാനമാകുമ്പോ ഓരോരുത്തന്മാർക്ക് മനസ്സിലായി വരുന്നതാണ്. അല്ല, അത് പൂർത്തിയാക്കട്ടെ ഇങ്ങോട്ട്. അപ്പൊ ദീനിലില്ലാത്ത കാര്യങ്ങൾ അപ്പൊ യഥാർത്ഥ ദീനി പറഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളുടെയാണ്. പിന്നെ AP അത് പിന്നെ ഇങ്ങനെ ഒരു രണ്ട് സംഗതി സുന്നത്ത് ജമാഅത്താണ്. അത് പിന്നെ അവിടെ കട്ടെ, അതിന്റെ ഉള്ളിൽ വിരിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അപ്പൊ നിങ്ങളായിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അതൊക്കെ അതിന്റെ ഉള്ളിലുള്ള ദീനിന്റെ അപ്പൊ അടക്കട്ടെ. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള പറയാം എന്തോന്നാണ് നമുക്ക് ആദ്യം. ഈ ബിദ്അത്തുകാരായിട്ടുള്ള ബിദ്അത്തും ലലാലത്തും ഉണ്ടല്ലോ. അപ്പൊ ഈ ബിദ്അത്തിൽ പെടുന്ന പുത്തനാശയക്കാരാണ് ശരിക്കും ഈ ലലാലത്തും ഫിന്നാറാണ്. അതിന്റെ ഒരു ലലാല അവിടെ കളയപ്പെട്ടാണ് പറഞ്ഞിട്ടില്ല. ഫുള്ള് ബിദ്അത്തും ലലാലത്തും ലലാല, എല്ലാ ബിദ്അത്തും പേച്ച ബിദ്അത്തൊക്കെ പേച്ചതാണ്.
ഇപ്പൊ പുതിയ ബിദ്അത്താണ് ഏത് രണ്ടാം ബാങ്ക് കൊടുക്കല് അല്ല ഖുത്ബയില്. ബിദഅത്തും ലലാല എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം ഉണ്ടോ? ബിദഅത്തും ലലാലയും ബിദഅത്ത് അതല്ലാത്തതും ഉണ്ടോ? ലലാലത്തല്ലാത്ത കുല്ലു ബിദഅത്തും ഉണ്ടോ? ബിദ്അത്തും ളലാലത്തും ളലാലാന്നാ. ആ അങ്ങനെ കുല്ലു ബിദ്അത്തും പക്ഷെ ളലാലത്തും ളലാല. വെള്ളിയാഴ്ച പള്ളിക്ക് പോലും മൗലവിമാരൊക്കെ എപ്പോഴും നമ്മളെ സുന്നിപ്പള്ളിയിലൊക്കെ ഓതുന്നത് കുല്ലു ബിദഅത്തും ലലാല വകുല്ലു ലലാലത്തും അത് ചില ഫിന്നാർ വിഷയങ്ങൾ എന്നാണ്. കൂടുതൽ പഠിക്കേണ്ടി വരും. ഇപ്പൊ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉം, ബിസ്മി ചെല്ലാത്ത എനിക്ക് ഉളൂ ഇല്ലാന്നൊരു ഹദീസ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുക? ഉം. അല്ല എന്നാലും നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുക? എങ്ങനെ മനസ്സിലായില്ല? ബിസ്മി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചെല്ലാത്തവൻ എനിക്ക് ഉളൂ ഇല്ലാന്നൊരു ഹദീസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുക? എനിക്കറിയില്ല, ഞാൻ എന്നാ അങ്ങനത്തെ മസാലമൊക്കെ പോയിട്ടില്ല. പൂർണ്ണമായ ഉളൂ ഇല്ലാന്നാ പറഞ്ഞത്. ഉളു ബിസ്മി ഉണ്ട്, പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല. ചെല്ലാത്തതിനനുസരിച്ച് കമ്മി വരും, പൂർണ്ണതയിലില്ല. ഉം, ഉം, ഇപ്പൊ എന്റെ കുട്ടിയാണെ അറിയും, ഉദാഹരണം പറയാം ഉം, എന്റെ കുട്ടിയാണെ അറിയും വാപ്പാര് ഉം, ഒരു 4-5 കുട്ടികളിലുള്ള ഇടയില് ഉം. മറ്റുള്ളതൊന്നും ഞാൻ വാപ്പാന്റെ കുട്ടിയല്ല എന്നാ അല്ല. എന്റെ ഇപ്പൊ പ്രത്യേക കാര്യം ചെയ്യുമ്പോഴോ പ്രത്യേകമായിട്ട് ആ സംഗതി പൂർണ്ണമായി ചെയ്യുമ്പോഴോ ഉം, ഒരു കൊടുത്ത പണി ഒരു മര്യാദക്ക് പറഞ്ഞ ഉം, ചെയ്യുമ്പോഴൊക്കെ ഒരു അഭിനന്ദനം നിലനിൽക്കും, ഉം, സന്തോഷം നിലക്കൊക്കെ പറഞ്ഞതാണ്. ഉം, അല്ലാതെ മറ്റേ തീരെ ഒന്നുമില്ല അങ്ങനെ വെച്ചോക്കരുത്. ഉം. അതാ അപ്പൊ പറയുമ്പോ അതൊന്നും ശ്രദ്ധിച്ച് ചില പറഞ്ഞാ വിഷയങ്ങൾ പോരെ. പുല്ലും ഇത് അപ്പൊ ബിസ്മില്ലാത്തവന് ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ഓർക്ക് തിരിയാ കേൾക്കുന്ന സ്വാപത്തിന് തിരിയനി. ആ, ഓർക്ക് ഇപ്പൊ ഒരു സ്വർണ്ണമോതിരം ഓരോ കൈമേലുണ്ടായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു സ്വർണ്ണമോതിരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ആ, അപ്പൊ ചില സ്വാപത്ത് ജിത്തിയാദ് എഴുതി സ്വർണ്ണമോതിരം എങ്ങനെ ധരിക്കാം റസൂൽ ഒഴിവാക്കാൻ പറഞ്ഞല്ലേ വലിച്ചാണ് എറിഞ്ഞു ചില സ്വാപത്ത്. ആ. കാരണം എന്തേ വേണ്ടാന്ന് പറഞ്ഞല്ലേ. ഉം, ചിലവര് മോതിരം ഉണ്ടാന്നല്ലേ പറഞ്ഞു, അത് കൊണ്ടുപോയിട്ട് വിക്ക്, വേറെ എന്തെങ്കിലും ഉപകാരത്തിൽപ്പെടും. ഉപയോഗിക്കാതെ ഈ സാധനം വേണ്ടാന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഉം, അപ്പൊ അന്നൊക്കെ ചിലവര് ചിന്ത പോയി. ഉം. രണ്ടിനും നബി അങ്ങനെ എതിർത്തിട്ടില്ല. ഉണ്ടായി വന്ന ബിദ്അത്തും ലലാലത്താണ് ഈ വഹാബിസം. അതെ, അങ്ങനെ ഉണ്ടായതാണ് മക്ബറ പൊളിച്ച നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അല്ല, ഓല് നല്ല ഒരുപാട് ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബിന്റെ ജന്മസ്ഥലത്തുണ്ടായിരുന്ന, മുഹമ്മദ് നബി ജനിച്ച വീട് എന്ന് വിചാരിക്കുന്ന വീടിനകത്തുണ്ടായിരുന്ന പള്ളിയൊക്കെ ഓല് പൊളിച്ചില്ലേ? അവരെ കൊണ്ട് കുറെ സ്വീപ്പ് ഉണ്ടായിട്ടുണ്ട്. ഖദീജ ബീവിന്റെ കബറ് പൊളിച്ച് അത് ഇപ്പൊ ഖദീജ ഇന്നാള് ബീവിന്റെ കണ്ടതാ. ഖബർ മാത്രല്ല, ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നിട്ടില്ലേ ഓല്? തീർച്ചയായിട്ടും മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇബ്നു തൈമിയ അവരൊക്കെ ചെയ്ത കടുംകൈയൊന്നും ചെറുതല്ല. ഇബ്നു തൈമിയന്റെ കിതാബിൽ നിന്നാണ് ഇയാള് ഈ സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്തോണ്ട് വന്നത്. പിന്നെ സൗദിയിലെ ഭരണകൂടത്തെയും കൂടി കൂട്ടുപിടിച്ചിട്ടാണ് ഈ മുസ്ലിങ്ങളെയൊക്കെ അവര് ഈ പറഞ്ഞതുപോലെ മുസ്ലിം സമൂഹത്തിനകത്ത് അവര് എന്താ പറയാ, കഫാറത്ത് പറഞ്ഞിട്ടല്ലേ, കുഫർ ഈ ആരോപിച്ചിട്ടല്ലേ കഫാത്ത് ആൾക്കാരെ, നിങ്ങൾ ഉദ്ദേശിക്കണേ? അല്ലേ കുഫർ ഹലോ, ആരോപിച്ചിട്ടല്ലേ ആളുകളെ ഒരു കൊന്നത്, മുസ്ലിങ്ങളെയൊക്കെ. മുഹമ്മദ് നബിന്റെ കഫാറത്ത് കഫാറത്ത് എന്നല്ലേ അതിന് പറയാ? അല്ല നിങ്ങളെന്താ കുഫർ. അതെ തീർച്ചയായിട്ടും അതെ. കുഫർ ഒരു ആരോപിച്ചിട്ടല്ലേ. ഖബർ അതായത് സിയാറത്ത് ചെയ്യലോട് കൂടിയിട്ട് കാഫിറായി. ദൈവത്തെ ബിംബങ്ങൾക്ക് ഹൈന്ദവ സഹോദരങ്ങൾ ബിംബങ്ങൾക്ക് വണങ്ങുമല്ലോ, ഉം, ഒരു ബിംബങ്ങളെ ആരാധിക്കുമല്ലോ. ഉം. ആ പോസ്റ്റിന് നമ്മളെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്ടാക്കി വെച്ചു. അതെ, അതെ, അതെ. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ എന്നിട്ട് ഓർക്കെതിരെ യുദ്ധം ചെയ്യാം. ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചു കൊണ്ടിട്ട് അവരെ ഇബ്നു ആക്രമിച്ചു, തൈമിയ അബ്ദുൽ കൊലപ്പെടുത്തി, വഹാബ് അധികാരം പിടിച്ചു. അതെ. അതെ ആരാണ് ഇവർ ചെയ്തത്. വിദേഹത്തിന്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ നമ്മൾ തസവുഫുക്ക് വരിക. അപ്പൊ ഓല നോക്കണ്ട, ഈ മുജാഹിദുകൾ പറയുന്ന ദീൻ നമ്മൾ നോക്കണ്ടെന്നല്ലേ? ഓർക്കൊരു പഴവ് പറ്റിയ കൂട്ടരാണ്. ഓർക്ക് വലിയ പഴവ്. പക്ഷെ ഓര് മുസ്ലിമീങ്ങളാണ്, പഴച്ചു പോയവരാണ്. ബിദ്അത്തും ലലാലത്തും ലലാലയാണ്. കുല്ലു ബിദ്അത്തും ലലാലത്തും ലലാല, അല്ല പിയച്ച ബിദ്അത്തും. പക്ഷെ അങ്ങനെയല്ല, വേറൊരു പ്രശ്നമുണ്ട്. കൊല്ല ലലാലത്തും ഫിന്നാർന്നുമില്ലേ? അങ്ങനെ അല്ല, പിയച്ച ബിദ്അത്തും നരകത്തിലാണ്. ഈ രണ്ടാം ബാങ്ക് കൊടുക്കുക ഹുതുബക്ക്. അപ്പൊ ഈ മുജാഹിദുകളുടെ ബിദ്അത്തും ലലാലത്തും ലലാലല്ലേ? ബിദ്അത്തും ലലാലത്തും ലലാലല്ലേ? നമ്മൾ നേരത്തെ എണ്ണല്ലോ, ഞാൻ ഒന്നുകൂടി എണ്ണണോ? അല്ല, അങ്ങനെയാണെങ്കിൽ വക്കുല്ല ലലാലത്തും ഫിന്നാർ എന്ന് പറയുമ്പോൾ നരകത്തിലല്ലേ? ഏത് ബിദ്അത്തിന്റെ ആൾക്കാരോ? നിങ്ങൾ പറഞ്ഞ കണക്കില് കുല്ല ബിദ്അത്തും ലലാലത്തും ലലാല, എല്ലാ വഴിവഴച്ച പുത്തനാശയക്കാരും വഴിവഴച്ചു പോയി. അങ്ങനെ കുല്ല ലലാലത്തും ഫിന്നാർ എന്ന് പറഞ്ഞാൽ എല്ലാ വഴികേടിലായവരും നരകത്തിലല്ലേ? തീർച്ചയായും. അപ്പൊ നമ്മളെ മുജാഹിദുകൾ നരകത്തിലാവാനല്ലേ സാധ്യത? അള്ളാഹു താലാന്റെ മഹ്ലായ ഫضل കൊണ്ട് അള്ളാഹു താലാക്ക് സക്രാത്തിന്റെ സമയത്ത് വല്ല ഇളവും കൊടുത്തെങ്കിലായി അല്ലേ? ഞാൻ പറയട്ടെ അല്ല ഞങ്ങളിത് പറഞ്ഞാണ്ട് ഇടയിൽ കൂടെ ഇങ്ങനെ പറയുമ്പോ ഇത് നിങ്ങളെ അജണ്ട എന്നിലൂടെ നടപ്പാക്കാണെന്ന് തോന്നുന്നു. ഇല്ല, നിങ്ങൾ തസവുഫിലേക്ക്
നമ്മൾ കേട്ട് പഠിച്ച ബിദഅത്തും ദലാലത്തും ദലാലിന്റെ കൂടെ നമ്മൾ കേട്ട് അത് നിങ്ങൾ പരിചയമുള്ള ഒരു കേട്ടണോ? വാക്ക് മുമ്പ് ഓർമ്മിപ്പിച്ചു കേട്ടണോ? എന്നുള്ളൂ. കുല്ലു ബിദ്അത്തും ളലാലത്തും അല്ല ളലാല നിങ്ങൾ മുമ്പ് ഉസ്താദ്മാരില്ലല്ല, കേട്ടണോ? കുല്ലു ബിദഅത്തും ആ ദലാല എന്നാണല്ലോ ഉസ്താദ്മാര് ഇവിടെ 8, പറയാ. 10 കൊല്ലം ഞാനൊക്കെ നട്ടപ്പാതിര വരെ കിതാബ് ഓതി പഠിച്ചുണ്ടാക്കി ഞാനാ. ഉം. അങ്ങനത്തെ എനിക്ക് ജോലി തരുന്നില്ല. എന്നിട്ട് എന്തിനാണ് ഈ ഖുത്ബന്റെ സമയത്ത് ഈ പക്ഷെ ചങ്ങായിമാരിത് മാനസികമായ മുടങ്ങണേ? ഏത് ഈ കുല്ലു ബിദ്അത്തും ദലാല വ കുല്ലു ദലാലത്തും ഫിന്നാർ എന്ന് പറഞ്ഞ് നിർത്തുന്നത് എന്തിനാ? അവർക്ക് ഒരു ദലാലത്തും ദലാല പറഞ്ഞൂടെ? ഞാൻ അത് ഇന്ന് വരെ ഒറ്റ പള്ളിയിൽ ഒരു ഖതീബും ഈ ഖുത്ബയുടെ പ്രാർത്ഥനയിൽ ഈ സാധനം ഉണ്ടല്ലോ. അതൊക്കെ മനുഷ്യന്മാർക്ക് പിഴവ് പറ്റിച്ചും അങ്ങനെ ആയി കഴിഞ്ഞാല് അത് നിങ്ങൾ കൂടുതൽ അത് പോട്ടെ, ചോദിക്കേണ്ടി അത് കാര്യാക്കണ്ട. അത് ഞാനൊക്കെ അവിടെ ചോദിക്കും ഉസ്താദ്മാരോട്. ഉം. അങ്ങനെ എന്റെ ചോദ്യം കേട്ടിട്ട് ഈ ചങ്ങായിനെ കൊണ്ട് കുടുങ്ങിയല്ലോ ഒക്കെ പറഞ്ഞു. ആ, ആ, ആ. ഓരോ സംശയങ്ങൾ ചോദിച്ചിട്ടേ എളുപ്പപ്പണി ചെയ്യണാണേ. സംശയങ്ങൾ ചോദിച്ചിട്ടേ നിങ്ങൾ തിരിച്ചു വരും. നിങ്ങൾ എങ്ങനെയാണ് എന്നിട്ട് നമ്മൾ സാധാരണഗതിയിലുള്ള ഈ സുന്നത്ത് ജമാഅത്ത് തസവുഫിന്റെ പാതയിലേക്ക് തെന്നി മാറിയത് എങ്ങനെ? ഏത് ഘട്ടത്തിലാ? എവിടുന്ന? അല്ല ഞാൻ വലിയ സൂഫിയൊന്നുമല്ല. അല്ല ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് തസവുഫിന്റെ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ച ഒരാളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ള ആളാണെങ്കിൽ പോലും. തസൗഫ് എന്ന് പറഞ്ഞാൽ കൽബ് എപ്പോഴും ശുദ്ധി ഉണ്ടായിരിക്കണം. ആ കൽബിൽ ഒരാളോട് വിദ്വേഷമോ പകമോ അസൂയയോ കിബിറോ കുയിന്തോ പോരോ കുഞ്ചോ പകേ അങ്ങനത്തെ ഒരു മുഷിഞ്ഞൊന്നും ഉണ്ടാവാൻ പാടില്ല. കൽബാണ് നമ്മളെ പ്രധാന. അത് എനിക്കും ഇങ്ങൾക്കും ഇല്ലാന്ന് എനിക്കറിയാം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ബദനിക്കും വഇലാ അജ്സാമിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അർത്ഥം അറിയോ? പിന്നെ അള്ള കൽബിലേക്ക് മാത്രം നോക്കുള്ളൂ, വാക്കൊന്നും നോക്കൂല. നമ്മളെ ഡ്രസ്സ് ഇതൊന്നുമല്ല. പിന്നെ എല്ലാരും വലിയ ഡ്രസ്സ് ധരിക്കും, നമ്മളങ്ങനെ ധരിക്കാണ്. പിന്നെ എല്ലാരും അത്രേ ഉള്ളൂ. ഡ്രസ്സിന്റെ കാര്യത്തിലൊക്കെ അത്രേ ഉള്ളൂ. അത്ര പൂശുമ്പോ ഞമ്മക്ക് നീയത്ത് ഇപ്പൊ അത്തറിന്റെ അവിടെ നീ പറയാണ്ട്. അല്ല നിങ്ങൾ തസവുഫിലേക്ക് പോയ കാര്യം പറയും. നിങ്ങൾ അങ്ങനെ ഒരു പാതയിലേക്ക് നിങ്ങളെ മനസ്സ് ചാഞ്ഞത് എപ്പം മുതലാണ്? അല്ല നിങ്ങൾ ആദ്യം കുറച്ച് മുമ്പ് ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് പേടില്ലേന്ന്. ഞാൻ പേടിച്ചിട്ടല്ല നിസ്കരിച്ചത് സത്യം പറഞ്ഞാല്. ഞാൻ എനിക്ക് നിനക്ക് തരുന്ന നിയമത്തിൽ തന്നെ അള്ളാഹ്ക്ക് ഒരു നന്ദിയായിട്ടും സ്വർഗത്തിൽ കൂലി തരും പ്രത്യേകിച്ച് നമുക്കൊരു നന്ദിയായിട്ടൊക്കെയാണ് ഞാൻ നിസ്കരിക്കണത്. അല്ലാതെ എന്റെ എങ്ങനെ അത് സ്വർഗത്തിലെ കൂലി പറഞ്ഞാൽ നമുക്ക് അള്ളാഹു ലയിക്കലാണെങ്കിൽ പിന്നെ സ്വർഗത്തിലെ കൂലി പ്രത്യേകങ്ങളെ പ്രലോഭിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് എന്റെ അഭിപ്രായം. ഇല്ല, നമുക്ക് ചില അനുഭൂതികൾ കിട്ടാണ്ട്, ചില മാരിഫത്ത് എന്നൊക്കെ പറയും. അത് കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹ് ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് കിട്ടും ഓൾക്ക്. പിന്നെ ഓൾക്ക് കിതാബിലെ കാണേണ്ട ആവശ്യമില്ല. ശരിക്കും മനസ്സിലാക്കാണ്ടോ? അല്ലാതെ ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞാല് ഞാൻ സീരിയസ് ആയിട്ട് നിങ്ങളെ കേൾക്കാണ്. ഇത്രയും ഞാൻ പലതരം സൂഫി ധാരയിലുള്ള ആളുകളായിട്ട് സംസാരിക്കാറുണ്ട്. സൂഫി എന്ന് പറഞ്ഞാൽ ചില കള്ളന്മാരും ഉണ്ട്. ഇപ്പൊ എല്ലാത്തിലും ഉണ്ടല്ലോ. സൂഫി എന്ന് പറഞ്ഞാൽ പകല് ബോധപൂർവം ബുദ്ധി ഉണ്ടായിരിക്കെ, ബോധം ഉണ്ടായിരിക്കെ ശരീരത്തിനെതിരെ ചെയ്യാ. വെള്ളം കുടിച്ചാ പാൽ കുടിച്ചാ ശരീരത്തിനെതിരെ ചെയ്യാ പറ്റൂല. തേനായിക്കണു പറഞ്ഞിട്ട് കള്ളു കുടിക്കുക, ഇങ്ങനെയൊക്കെ അത് ഞാൻ പറഞ്ഞു. അല്ലല്ല, ഞാൻ പറഞ്ഞു അത് കള്ള് തേനാക്കുമ്പോ തേന്റെ ഹുക്കുമ് വരും. ഇത് റമളാനിന്റെ പകല് കാണുന്ന ആളുകളോട് ഇത് ഞാൻ കുടിക്കുമ്പോ പിന്നെ തേനായിട്ടുണ്ട് എന്ന് വെറുതെ പറഞ്ഞിട്ടേ കള്ള് കുടിക്കണം, അങ്ങനെ ഒരു വകുപ്പുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഹലാലാണ് എന്ന് പെണ്ണുങ്ങളെപ്പം കടിക്കുക. ഞങ്ങൾക്ക് ഇതൊക്കെ ഹലാലാണ് എന്ന് ശരീരത്തിനെതിരെ ചെയ്യാ. ഞങ്ങൾക്ക് നിസ്കരിച്ചൊന്നും വേണ്ട, നിസ്കാരത്തിന്റെ കാര്യങ്ങൾ ഇതൊക്കെ എത്തുമ്പോ വേറെന്തോ. പിന്നെ ഇത് ഓലെ സ്വന്തം ആവശ്യങ്ങൾ എത്തുമ്പോ കൊറേയൊക്കെ വേറെ ജതുബ്. ഞാൻ ചോദിക്കണത് ഇതൊക്കെ എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് തിരിച്ചറിയാം? അത് ഇനി സൂഫിയാക്കൾ തിരിച്ചറിയാൽ എങ്ങനെയാണെന്നോ? അല്ലല്ല, ഒരു സൂഫിയാണ് ചെയ്യണത്. ഇപ്പൊ ഇത് ചെയ്യുന്ന ഒരു സൂഫിയാണ്, അല്ലാതെ ഒരു കള്ള സൂഫിയാണോ അല്ലേന്ന് പുറത്തു നിൽക്കുന്ന മൂന്നാമത്തെ ഒരാൾക്ക് എങ്ങനെ മനസ്സിലാവും? അത് തിരിച്ചറിയാൻ കഴിയൂല. അത് തിരിച്ചറിയാൻ ഈ മഹാന്മാർക്ക് തിരിച്ചറിയാൻ കഴിയും. സാധാരണക്കാരായ കഴിയൂല. ഇപ്പൊ സാധാരണക്കാരാവുന്ന ആളുകൾ ഇപ്പൊ അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഓൽക്കെതിരെ പറയും. അല്ലെങ്കിൽ കൂടുതലും ഇവിടെ സാധാരണക്കാരാ. ഈ അവസ്ഥയൊക്കെ എത്തിയോലി ജതുബ് കാര്യങ്ങൾ ഇപ്പൊ ഈ അവസ്ഥയൊക്കെ എത്തിയോലി ഇങ്ങനത്തെ ആളുകൾ കുറവാ. ഈ ദർജയിൽ എത്തിയ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും മനസ്സിലാവും. ഓൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഒക്കെ കഴിയും. ഓർക്ക് ജീവിതം മരണമൊക്കെ കണക്കാ. അവിടെ എത്തുമ്പോഴാണ് ഈ പാട്ട് പാടുന്നത് അല്ലെ? സക്കറാത്തുൽ മൗത്ത്. അവിടെ എത്തിക്കഴിഞ്ഞാണ്ട് ലെവല് വിട്ട് കഴിഞ്ഞാണ്ട് ഭ്രാന്തായാൽ പിന്നെ കഴിഞ്ഞാൽ ചിലപ്പോ പിന്നെ ഞാൻ പറയട്ടെ, ഞാൻ അള്ളാ എന്നൊക്കെ പറയും ചിലപ്പം. അത് മൂപ്പര് അള്ളാ ആയതുകൊണ്ടല്ല. അള്ളാഹുവിൽ അങ്ങോട്ട് ലയിച്ചിട്ട് അനുഭൂതി കൽബൊക്കെ അങ്ങോട്ട് കേറിയിട്ട് കാണ്ടിന് പിന്നെ ഒരു പറഞ്ഞ വാക്കിനും സ്വന്തം നഫ്സിനെയും വേർതിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. കറക്റ്റ്. ബിദാത്തിഹി എന്നൊക്കെ പറഞ്ഞ മുഷാഹദന്റെ ഹാലിലെത്തുമ്പോ ചില സൂഫിയാക്കൾക്ക് ഹക്കുൽ യഖീനൊക്കെ എത്തുമ്പോൾ ചിലവർക്ക് അത് മനസ്സിൽ ഈ ഹക്കുൽ യഖീനൊക്കെ നമ്മളെ നാട്ടിൽ ടി വി എസ് സ്കൂട്ടർ ഓടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് എത്തുമെന്ന് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും
അത് ചിലപ്പോൾ കൽബിലെ അവസ്ഥയിലേക്കാരം. പുറത്ത് എല്ലാ ഭാര്യമാര് കുട്ടികള് മക്കള് ചെറിയ കളിയൊക്കെ ഉണ്ടാവും. കൽബിലെ അനുഭൂതിയില് അവിടെ എത്തിയിട്ടുണ്ടാവും. അപൂർവങ്ങളിലായിട്ട് ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ മമ്പുറന്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആളെ നിങ്ങൾ കേട്ടണോ? ഹലോ, കേട്ടിട്ടുണ്ട്. മൂപ്പരാളായില്ലേ? എന്നാ അതേ സ്ഥാനത്ത് മൂപ്പര് നാട് ഭരിക്കും, രാഷ്ട്രീയം നോക്കും, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരാളാണ്, നാട്ടിലെ കാവിയാണ്, നാട്ടിലെ വിഷയങ്ങളും പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ ഇടപെടും. മുസ്ലിമീങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കും, പ്രശ്നങ്ങൾ വന്നാൽ അവിടെ ഇടപെടും. അങ്ങനൊക്കെ ജീവിച്ച ആളാ. ഞാൻ ചോദിക്കണ ഈ പ്രവാചകന്മാർക്ക് ഈ ഹാലൊന്നും എത്തണ്ട? ഓലൊക്കെ ജന്മം കൊണ്ട് തന്നെ അതിലുള്ളോല. പിന്നെ മുഹമ്മദ് നബി കുറെ ശൈശവ വിവാഹം കഴിച്ചു എന്ന് പറയലുണ്ടല്ലോ. അതൊക്കെ സങ്കടമാണ് ഒക്കെ കേൾക്കുമ്പോ. ഞാൻ പറയട്ടെ, ഈ നബിനെ പറ്റിയിട്ട് എന്താ മനസ്സിലാക്കേണ്ടത്? ഇതൊരു പെൺകോന്തനാണ്. നബി ഇങ്ങനെ ഈ ഇന്ന പ്രായത്തിലുള്ള ആൾക്കാർ ഒരു കാലഘട്ടത്തിൽ നബിനോട് പറഞ്ഞിനി, നിങ്ങൾക്ക് ഏറ്റവും സുന്ദരിയായ പെണ്ണ് നിങ്ങൾക്ക് കല്യാണം കഴിച്ചാൽ നിങ്ങൾ ഈ ആശയത്തൊന്നും മാറണം. ഏത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് സുഹൃത്തെ, ഉണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റേന്ന് വെച്ചാല് ഇത്ര നേരം ഞങ്ങൾ കേട്ടിരിക്കണം എന്താ വെച്ചാല് നിങ്ങളുടെ അനുഭൂതികൾ, നിങ്ങളെ അനുഭവങ്ങൾ പറയാണ്. ഇതിപ്പോ ഒരാളുടെ വ്യക്തി അനുഭവങ്ങൾ പറയുമ്പോ നമുക്ക് എതിർക്കാൻ പറ്റില്ല. ഞാൻ പൂർണ്ണമായി അനുഭവിച്ചിട്ടില്ല. അത് ഒരാളുകളുടെ കാഴ്ചപ്പാടുകൾ, ഇതിനെക്കുറിച്ചുള്ള ലിഖിതമായിട്ടുള്ള നിയമങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നമ്മളത് കേട്ടിരിക്കുകയാണ്. സൂഫിസത്തെ കുറിച്ച്. പക്ഷെ മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ട ആള്. മുഹമ്മദ് നബിന്റെ കല്യാണം കാര്യങ്ങളൊക്കെ തുടങ്ങി പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് പണ്ട് കൊടുത്ത ഓഫർ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ ആയിട്ട് രേഖപ്പെടുത്തി വെക്കപ്പെട്ട സാധനമാണ്. അയിമ നിങ്ങൾ പറയുമ്പോ അതിൽ പാളിച്ച വന്നാൽ ഞാൻ പറയണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഞാൻ വെറുതെ നമ്മൾ വർത്താനം പറഞ്ഞ അർത്ഥമല്ലല്ലോ. അതായത് ഞാൻ മൂളി തന്ന ഞാൻ അംഗീകരിച്ചു എന്നായില്ലേ? ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബിക്ക് അവിടെ സുന്ദരികളായ പറയട്ടെ, സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ കെട്ടിച്ചു തരാം, സമ്പത്ത് വേണമെങ്കിൽ തരാം, അധികാരം വേണമെങ്കിൽ തരാം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ഈ സംഭവം, അത് മുഹമ്മദ് നബി ആ ആശയത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടേ അല്ല. അങ്ങനെ ഒരു തെളിവില്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളുടെ പറഞ്ഞോളൂ, നമുക്ക് നോക്കാം. അത് പറഞ്ഞത് വേറെ ഉദ്ദേശത്തിലാണ് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ രീതിയിലൊന്നുമല്ല. അത് പറഞ്ഞത് അവരുടെ ദൈവങ്ങളെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായി. അതിന്റെ ഇടയിൽ കൂടെ ചില കള്ളന്മാരുണ്ട്. ഈ പച്ച ചോപ്പ് ഇട്ടെടുക്ക, അങ്ങനെ കപ്പ്, അങ്ങനൊക്കെ ഒരു ഐറ്റംസ് ഉണ്ട്. അപ്പൊ വെറും വസ്ത്രധാരണങ്ങളാക്കിയിട്ട് അങ്ങനെ കൊണ്ടിരിക്കണമെങ്കിൽ ചില ഉസ്താദുമാരും മഹാന്മാരെങ്ങനെ ധരിക്കണവരും ഉണ്ട്. അപ്പൊ ഇതൊന്നും നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇത് തിരിച്ചറിയാൻ കഴിയോന്ന്. ഇത് ആ കാറ്റഗറി, ആ ലെവലിലുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചറിയാൻ കഴിയും. ഒരു സംസാരിക്കലും ഉണ്ട്. അതേ സ്ഥാനത്ത് അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു ജദുബിന്റെ അവസ്ഥ വന്നാണ്, ഇങ്ങനെ റമദാന്റെ പകല് കഞ്ഞുടിച്ചണ അവസ്ഥ അങ്ങനെ ഉണ്ടാവും. ഒരു ഏത് ഒക്കെ അള്ളാന്ന് പറഞ്ഞു. നിങ്ങൾ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞു ലേനം പറഞ്ഞാണ്ട്. ഹലോ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. അതേ സ്ഥാനത്ത് കള്ളന്മാർ അങ്ങനെ ചെയ്യണം, അങ്ങനെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഉള്ളിലെ ഈ അവസ്ഥയിൽ ഹക്കുലേക്കിൽ എത്തിയിട്ട് പുറമെ അങ്ങനെ ഭാര്യ മക്കൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് സുഖത്തിൽ കണ്ടാൽ തിരിച്ചറിയില്ല അങ്ങനത്തെ ആൾക്കാരെ. നമ്മളോട് മുണ്ടുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ ഉള്ളിൽ അവർക്ക് ഈ അവസ്ഥകൾ ഉണ്ടാവും ചെയ്യും. അങ്ങനെ പോണ ടോപ്പിലുള്ള ആൾക്കാർ അങ്ങനെയുണ്ട്. നിങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളും ഈ അവസ്ഥയിലുള്ള ആളല്ലേ മുജാഹിദീങ്ങളെ വിദേഹത്തിന്റെ ഭാഷയിൽ നിങ്ങൾ പറഞ്ഞു. നിങ്ങളതിന് നിങ്ങളെ അടിത്തറ നിങ്ങൾക്ക് അതിന് ക്ലിയർ ആക്കാണ്ടല്ലോ. എന്റെ അടിത്തറയിൽ എന്താ കുഴപ്പം? ഈ അവസ്ഥ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ ചോദിക്കണത്, ഒരാള് മുർത്തദ് ആവണമെങ്കിൽ അള്ളാഹുവിനെ പൂർണ്ണമായി നിഷേധിക്കണം, വേണ്ടല്ലോ? അള്ളാഹുവിനെ നിഷേധിക്കാത്ത ഒരാൾക്ക് മുർത്തദ് ആയിക്കൂടെ? അതിന് ദീനിൽ മുജ്മഉൻ അലൈഹിയായ ഹറാമായ സംഗതിന്റെ അതിനൊക്കെ നിഷേധിച്ചാൽ മുർത്തദാവും. വാജിബായ മുർത്തദാവുന്ന കാര്യങ്ങൾ മുർത്തദാവുന്ന കാര്യങ്ങൾ ഏതൊക്കെ? മുർത്തദാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തെ നിഷേധിക്കുക, നിർബന്ധമായി വിശ്വസിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുക, അവിശ്വാസിയാവുക. ഏത് കാര്യം? അള്ളാഹു, ഈ മലക്കുകളൊക്കെ ഉണ്ടോ? അതൊക്കെ വെറുതെ പറയായിക്കൊന്ന് വിചാരിച്ചാ മതി. എന്നുള്ള വിശ്വാസം. ഞാൻ 12ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ വായിച്ചു. നിങ്ങൾ പറഞ്ഞോളി. ബാബു റിദ്ദത്ത് കഥ മുക്കല്ലഫിന്, ഒരു ബുദ്ധിയും പ്രായപൂർത്തിയൊക്കെ എത്തിയാൽ മുറിക്കുക, ഇസ്ലാമിനെ കുഫിന് നസ്മൻ, കുഫിരിയത്ത് കൊണ്ട് ഉറപ്പിക്കുക, കൗലൻ വാക്കാലോ, രണ്ടല്ലുണ്ട് എന്നൊക്കെ പറയാം, ഫീൽ അല്ലെങ്കിൽ പ്രവർത്തിയാലോ, വിഗ്രഹത്തിന് സുജൂദ് ചെയ്യാം, ബിഇത്തിഖാദിന് വിശ്വാസം കൊണ്ട്, വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുമ്പോൾ വിശ്വാസം വേണം, അതിന് കുഴപ്പമൊന്നുമില്ലാന്ന് ചിന്തിക്കുക.
ആ അല്ല ഉം. വിഗ്രഹത്തിന് സുജൂത് ചെയ്തിന് അതിപ്പോ അങ്ങനെ ഒരു സുജൂത് ചെയ്യണമെന്നില്ലെന്നേ, വിശ്വാസം ഉണ്ടായാൽ മതിയെ. ആ വിഗ്രഹത്തിന് ഇപ്പൊ സുജൂത് അല്ലെങ്കിൽ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു മനുഷ്യരുടെ ബുദ്ധി എന്ത് പറഞ്ഞാലും ഇങ്ങോട്ടും ഒരു അതിന്റെ സത്യം എന്നൊക്കെ അറിയാം. അതിലെല്ലാത്തിലും യുക്തി പ്രയോഗിച്ച് നോക്കുക, അളന്ന് നോക്കുക. അതിൽ ഇസ്തിഹ്സാല് കളിയാക്കാം. ഉം. ഉം. എന്താ പറയാ ഞാൻ അവിടെ തന്നെ പറയുന്നത് എന്താ 5 നേരം തലകുത്തി മറിഞ്ഞിട്ടെന്ന് ചോദിച്ചാ മതി. അല്ല ഒരു കളിയാക്കിയാണ് ഉണ്ടാവില്ല, ഒരു എന്താ പറയാ ദീനിനെ കൊച്ചാക്ക, അതെ, ഒരു 2ാം നമ്പർ ആക്ക. ഉം. അതേ സ്ഥാനത്ത് നിസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറാവൂല. ഇല്ല, നിസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറാവൂല. നിസ്കാരം ഒന്നും ഇപ്പൊ അത്ര വലിയ നിർബന്ധമൊന്നും ഇല്ല എന്ന് പറഞ്ഞ കാഫിറായില്ലേ? കറക്റ്റ്. ഇങ്ങോട്ട് നിസാരവൽക്കരിക്കണവർക്ക് പറഞ്ഞ കാഫിറായി. കാഫിറായി. അതുപോലെ സബ്കു ലിസാനായിട്ട് വന്ന് അതുകൊണ്ടൊന്നും ഞാൻ സംഭവിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടി ഉദാഹരണം പറഞ്ഞുതരാം. അതായത് അള്ളാഹുവിനെയും ഖുർആാനിനെയും മുഹമ്മദിനെയും ഒന്നും നിഷേധിക്കാതെ, അതായത് ഈമാൻ കാര്യങ്ങളിൽ 6 വിശ്വസിച്ചുകൊണ്ട് തന്നെയും നോമ്പ്, ഇപ്പൊ നമ്മള് ചേകനൂർ മൗലവി ഒരു ഉദാഹരണം, അയാള് മുർത്തദല്ലേ? അതിൽ 2 പറഞ്ഞ കേക്കാം. അദ്ദേഹം ഈ 5 വക്ത് നിസ്കാരം 3 വക്താക്കി 3 നേരത്തേക്കാക്കിയൊന്നും കേൾക്കുന്നുണ്ട്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം പിന്നെ അദ്ദേഹം പറഞ്ഞത് വെച്ചാല് റമദാൻ നോമ്പ് കൂലിപ്പണി എടുക്കണവർക്കും അല്ലാതെ ഓഫീസിലിരുന്ന് നല്ല സുഖസുന്ദരമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കും ഒരേപോലെ എടുക്കാൻ കഴിയുന്ന സാധനം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഹലോ. പറയ്. ഉമ്മ വിളിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ. അപ്പൊ എവിടെ ചേകനൂര്? അപ്പൊ അതില് 2 അഭിപ്രായം ഇല്ല അറിയാ. ചേകനൂര് പിന്നെ മുർത്തദാണ്. ദീനിൽ സംശയലേശമന്യേ പിന്നെ ഉറപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ദീനിന്റെ ഹുക്മ്, ആ ഹുക്മ് നിരാകരിക്കുകയോ അതിനെ നിസാരവൽക്കരിക്കുകയോ കളിയാക്കുകയോ അതിൽ നിന്ന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ എങ്കിലും നിക്കട്ടെ, ചിന്തയിലോടക്കട്ടെ. ചിന്ത എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ മനസ്സിക്ക് ഒരു അള്ളണ്ടോ അതുകൊണ്ട് കാഫിറാവൂല. അതെ കറക്റ്റ്, അതൊക്കെ അറിയാലേ, അതുകൊണ്ട് കാഫിറാവൂല. വസ്വാസല്ല, അള്ളൊന്നും ഇല്ല, ഇതൊക്കെ വെറുതെ പറയാണ് എന്ന് ചിന്തിച്ചാലോ? അതിങ്ങനെ കൽബിക്ക് ഇങ്ങനെ വരികയാണ്. അല്ലല്ല, അങ്ങനെ വരില്ല. കൽബില് നമ്മളെ തീരുമാനിക്കാണ്, പുറത്തൊന്നും പറഞ്ഞില്ല നമ്മള്. ഇങ്ങോട്ട് കാഫിറാവണമെന്ന് ഉറപ്പിച്ചോ? മുർത്തദയിലേ പോ. അത് എങ്ങനെയാ ചിന്തിച്ചത്? അതായത് ഇതൊക്കെ ഇപ്പൊ ഈ മതത്തിലും കിതാബിലും ഇങ്ങനെയൊക്കെ പറയുന്നില്ല, സത്യത്തിൽ ഇത് ഇങ്ങനെയൊന്നും അല്ല. ആദനവിനെ മണ്ണ് വെച്ചോന്നല്ല, ഇതൊക്കെ പരിണാമം കൊണ്ട് തന്നെയാണ് ഉണ്ടായി വന്നത്. പക്ഷെ നമ്മക്ക് ഇനിയിപ്പോ ആരോടും പറയൊന്നും വേണ്ട എന്നൊരാൾ ചിന്തിച്ചാലോ? മുർത്തദയില്ലേ? അള്ളൊന്നുമില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചാല് ഇതൊക്കെ ഓരോ കാലത്ത് ആൾക്കാര് എഴുതിണ്ടാക്കിയ കഥയായിരുന്നു. നമ്മളിനിയിപ്പോ പറഞ്ഞിട്ട് വെറുതെ കച്ചറ ഉണ്ടാക്കണ്ട. വസ്വാസ് സംശയമാണ്. അപ്പൊ ഇങ്ങനെ വസ്വാസ് കുഴപ്പമില്ല. വസ്വാസ് പറഞ്ഞാൽ നമുക്ക് 2 അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി കലിമ ചൊല്ലി ഉറപ്പിച്ചാ മതി. വസ്വാസല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാല് ഇങ്ങനെ എന്ത് വന്നാലും എന്ന് പറഞ്ഞാൽ ദീനിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ അഖീദയില് ഉണ്ടായാല്, നിങ്ങൾ അഖീദയിൽ മാറ്റം വരുത്തിയാല് നിങ്ങൾ മുർത്തദാവും. അപ്പൊ ഞാൻ മുർത്തദാവും. അപ്പൊ ഞാൻ അതാ പറഞ്ഞത്, വഹാബികളെ ഹുക്കും അനുസരിച്ച്, വഹാബി തൗഹീദ് അനുസരിച്ച് ഞാനും നിങ്ങളും മുർത്തദാണ്. നിങ്ങൾ ഏതെങ്കിലും വഹാബികൾ ചോദിച്ചു നോക്കി. അല്ല നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുർത്തദാന്നല്ല നിങ്ങൾ പറഞ്ഞത്? അല്ല, ഞാൻ പറയണില്ല, ഞാൻ പറഞ്ഞത് വഹാബി തൗഹീദിന്റെ അടിസ്ഥാനത്തില്. അതിപ്പോ നമ്മള് മക്കാമില് പോണോലൊക്കെ ഓൽക്ക് മുർത്തദേക്കാരം, വല്യപ്പാനെ സിയാറത്ത് ചെയ്താല്. അല്ല, അത് ശിർക്കാണ്. അപ്പൊ അത് ശിർക്കാണ്. സൂഫികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീന്റെ പുറത്താണെന്ന പോലെ വാദം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെന്താ സംഭവിച്ചാല്, ഇപ്പൊ ഇത് ഒരാളുകൾ ഈ ദൈവത്തിനെ കുറിച്ചും മതത്തെ കുറിച്ചൊക്കെ ഉള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ ഈ തസവുഫിന്റെ ഹാല് പറയണ പോലെ
ഞാൻ ഞാൻ ഇതിനെ അതേപ്പറ്റി വലിയ മനസ്സിലാക്കുന്നത് ആളായിട്ട് പറയില്ലട്ടോ. അല്ല, അങ്ങനെ ഒരു അല്ലല്ല ഈ വകുപ്പുണ്ട് ആ പറയാം. ആ വകുപ്പിൽ ആ ആളുകള് ഓരോ ചിന്താ പദ്ധതിയിലായിരിക്കും, ചിന്താധാരയിലായിരിക്കും എന്ന് പറഞ്ഞാൽ ആ ഓരോ ചിന്ത വലിപ്പ പിന്നെ ചെറുപ്പല്ല ഞാൻ പൊതുവെ പറഞ്ഞേ. സ്വർഗത്തിനെ ആഗ്രഹിച്ചിട്ട് നരകത്തെ പേടിച്ചിട്ടേക്കാരം ജനങ്ങൾ ഈ ഭാഗത്തെടുക്കുക. അല്ല, നരകപ്പേടിയാണല്ലോ ഇത്. മരണപ്പേടിയും അതിനെ തുടർന്നുണ്ടാവുന്ന ഖബർ ശിക്ഷ, അത് കഴിഞ്ഞ് വരാൻ പോകുന്ന മഹ്ശറയിലെ അവസ്ഥ, നിസ്സഹായ അവസ്ഥ, അത് കഴിഞ്ഞ് നമ്മൾ എത്തപ്പെടാൻ പോകുന്ന ജന്നത്ത്, സോറി ജന്നത്ത് എന്നുള്ള ഒരു സ്വർഗത്തിലേക്ക് എത്താൻ ഉള്ള ഒരു ആഗ്രഹം, ജഹന്നമിൽ നിന്നുള്ള ഒരു രക്ഷയും, ഇതാണ് ഒരു ഫുൾ പാക്കേജ്. ഉം. ആ ഫുൾ പാക്കേജിലാണ് ഈ പേടിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളോട് തുടക്കത്തിൽ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചത്. ഞാൻ അള്ളാഹിനെ അങ്ങനെ പേടിച്ചിട്ട് പേടിയില്ലാത്തൊരവസ്ഥ വന്നാൽ ഇല്ല. പോലും, അള്ളാഹുവിൽ ഭയമില്ലാത്തൊരവസ്ഥ വരുന്നത് പോലും എന്താണ്, അത് തഖ്വന്റെ കുറവായിട്ടാ പറയാ. തഖ്വ എന്ന് പിന്നെ പറഞ്ഞാൽ എന്താ? പേടി പറഞ്ഞാൽ പേടി ഏത് ലെവലിലും ഉണ്ടാവും. ഉം. ഹലോ, ആ ഇപ്പൊ സ്വർഗം നരകം പേടിക്കുക ബൈന ഖൗഫി വ റജാഇ എന്നാ പറയുന്നത്. ആ പൊതുവെ അതിന്റെ ഇടയിലാ മുഅ്മിനീങ്ങൾ ഉണ്ടാകുക. ആ പിന്നെ നമുക്ക് ലേശം ദറജ ഉയർന്നു കഴിഞ്ഞാൽ ഈ ബന്ധത്തിന് കോറൽ വരും, അങ്ങനത്തെ ഒരു പേടി ആ അതും ചെറുതായിട്ടുണ്ടാവും. ഉം. ഉം. ഏ ബന്ധത്തിന്? അള്ളാഹുമായിട്ടുള്ള മഹാന്മാർക്ക്. അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആ ആ ദർജയിൽ എന്തെങ്കിലും ഒരു ഇടിവ് വരുമോ എന്നുള്ള പേടി. അങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മളെ സംസാരം അല്ല, ആളുകൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല. എന്നാലും നബിനെ പറ്റിയാണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ പറയണത്? ഞാൻ പറയാം. നബിനെ കുറിച്ച് എന്താ പറഞ്ഞത്? നബിനെ കുറിച്ച് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞാലേ, ഇത്ര ശൈശവിവാഹത്തിനെ നേരം പറ്റി നിങ്ങൾ എന്താ പറയുന്ന മനസ്സിലാക്കി? തസവൂഫിന്റെ ഹാലും അതൊക്കെ നമ്മൾ പറയുമ്പോ അത് ഓരോ സൂഫികളുടെയും കാഴ്ചപ്പാടും അവരുടെ വിശദീകരണമൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ അത് കേട്ടിരിക്കും ഞാൻ, എല്ലാരും കേൾക്കാറുണ്ട്, അതേപോലെ നിങ്ങളും കേൾക്കുന്നു. പക്ഷെ നമ്മള് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട ചരിത്രത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ അതിൽ അവ്യക്തത ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം എനിക്ക് ബോധ്യമുള്ള കാര്യത്തിൽ ഞാൻ മൂളി തന്നാൽ ശരിയാവില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബിക്ക് കൊടുത്ത ഓഫറുകൾ, മുഹമ്മദ് നബി അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുള്ളൂ, അല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്ന തൗഹീദ് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ കൊടുത്തതായിട്ട് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. അതുകൊണ്ട് ഇല്ല എന്നാണ് തർപ്പിച്ച് അല്ല പറയുകയാണോ? ഞാൻ പറഞ്ഞ, നിങ്ങൾ പറഞ്ഞ സംഭവം ഞാൻ വായിച്ചിട്ടുള്ളത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെക്കപ്പെട്ടുള്ള സാധനമാണ്. അത് ഹലോ, അത് വന്നിട്ട് അബൂ താലിബിനോടാണ് ഓഫർ പറയുന്നത്. ഈ അബൂ താലിബിനോട് ഓഫർ പറയുന്നത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും അവരുടെ വിശ്വാസ കാര്യങ്ങളെ കളിയാക്കുന്നതും അവസാനിപ്പിക്കണം എന്നുള്ളതിനാണ്. അവനക്ക് എന്താ വേണ്ടച്ച കൊടുക്കാം. നമ്മൾ പറയില്ലേ, അവനക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, അവനൊന്നും മുണ്ടായിരിക്കാൻ പറയാറില്ലേ? അവനക്ക് വേണമെങ്കിൽ നമ്മളൊരു ബിരിയാണി വാങ്ങി കൊടുക്കാം, അവനോടൊന്നും മുണ്ടായിരിക്കാൻ പറയും എന്ന് പറയില്ലേ നമ്മളെ നാടൻ ഭാഷയിലെ? ആ സാധനമാണ് അത്. അല്ലാതെ അവര് ലിറ്ററലി അവിടെ അധികാരം കൊടുക്കാൻ, പെണ്ണുങ്ങളെ അപ്പൊ കെട്ടിച്ചു നിങ്ങൾ കൊടുക്കാൻ. ഇല്ലാന്ന് പറയാൻ നിങ്ങൾ കണ്ടിട്ടില്ല. ചില വിഷയങ്ങൾ ഇന്നോട് അല്ല നിങ്ങൾ ഇല്ലാന്നല്ല ചോദിക്കുമ്പോ ഞാൻ ഞാനത് പറഞ്ഞ, അറിയില്ല എന്ന് പറയില്ലേ? അല്ല ഞാൻ അപ്പൊ ഞാൻ എന്താ പറയണത് ഞാൻ അറിയോ? പറഞ്ഞ കാര്യം, നിങ്ങൾ പറഞ്ഞ സംഭവം, നിങ്ങൾ പറഞ്ഞ ഈ ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് ഓഫർ വന്നു എന്ന് പറയുന്ന സാധനം തൗഹീദ് ഉപേക്ഷിക്കാനായിരുന്നു എന്ന് പറയുന്നത് വസ്തുതാപരമായി തെറ്റാണെന്നാണ് എന്റെ ബോധ്യം. അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പറഞ്ഞോളി ഏത് അവസരത്തിൽ ഒരു വേള നബിനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എവിടെ പറഞ്ഞറിയില്ല, ചിലത് വേറെ കേൾക്കണുണ്ടാവില്ല. അല്ല, അത് എവിടെ പറഞ്ഞു എന്ന് ഞാൻ വായിച്ചതുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ആ വായിച്ചത് മുഹമ്മദ് നബി ഇങ്ങനെ ഇവരുടെ ഇപ്പൊ ദൈവങ്ങളെ, ഇവരുടെ ആരാധ്യ ബിംബങ്ങളെ കുറിച്ചും ഇവരുടെ ആരാധനാ രീതികളെ കുറിച്ചും നബി ഇവരുടെ എന്തിനാ വിശ്വാസത്തെ കൂടുതൽ കുറിച്ചും. കല്യാണം കഴിച്ചത് എന്തിനാ നിങ്ങൾക്ക് അറിയോ? ആരെ? എന്തിന്? എന്തിനാ? നിങ്ങൾ എന്തിനാ ആദ്യം നബി മനസ്സിലാക്കിയത്? എന്തിനാ കല്യാണം കഴിക്കാതിരുന്നത്? ഖദീജാനെ പേടിച്ചിട്ട്. അല്ലെങ്കിൽ ഖദീജാനോടുള്ള ഒരു എന്താ പറയാ, ഒരു ഭയങ്കരമായിട്ടുള്ള വിധേയത്വമോ സ്നേഹമോ എന്തോ ആവാം. അതിനെല്ലാത്തിനും ഖദീജ ബീവിനെ മതിയേനി. അതാ അത് നിങ്ങൾക്ക് പറഞ്ഞ അറിയോ? അതാ പറഞ്ഞ ഒരു ആ ഉമ്മയായിട്ടും അതാ പറഞ്ഞത്. കാരണം വയസ്സിൽ അതൊരു മൂപ്പുണ്ട്, പിന്നെ ഒരു നല്ല അനാഥമായി വളർന്ന ഒരു അനാഥ ബാല്യമായിട്ട് വളർന്ന ഒരാളെ സംബന്ധിച്ച് ആ അർത്ഥത്തിൽ സ്നേഹിക്കാൻ ഒരാളെ കിട്ടുമ്പോ അതിൽ അമിതമായിട്ട് അതിനകത്ത് അങ്ങ് ആ സ്നേഹത്തിൽ അങ്ങ് ആയിപ്പോവാ, ആണ്ടുപോവാ, വേറൊന്നും വേണ്ട എന്നുള്ള അവസ്ഥ അതായിരിക്കാം. പക്ഷെ ഖദീജയുടെ മരണശേഷം മുഹമ്മദ് നബി കല്യാണം കഴിച്ചത് 1, 2, 3, 4 ആണോ? നാട്ടുകാരോട് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതായിട്ടുള്ള എത്ര കല്യാണങ്ങളുണ്ട് ഇല്ലേ? പിന്നെ നമ്മൾ നാല് ക്ലാസ് ഇപ്പുറം ഒരു ചർച്ച ചെയ്തല്ലോ, അള്ള കല്യാണം കഴിച്ചു കൊടുത്തു നിങ്ങൾ ആ പറഞ്ഞല്ലോ, ആ യുവൈരിയ ബീവിനെ. ആ അപ്പൊ അതോടെ പറഞ്ഞ് നിക്കാഹ് കഴിയുമ്പോ കൈ പിടിക്കുന്നു, മറ്റേ ഡയറക്റ്റ് കല്യാണം കഴിക്കുന്നു. നിങ്ങൾ പറഞ്ഞ മാതിരി അങ്ങനെയാണ് കാര്യം നടന്നെങ്കിൽ അത്രേ ഉള്ളൂ. പക്ഷെ അത് കല്യാണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഒരു പെൺകോന്തനായിട്ട് നബിനെ കാണേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ പറയാറില്ല. പക്ഷെ ആരെങ്കിലും ഇപ്പൊ അങ്ങനെയാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ച പോലെ കുറ്റം പറയാനും പറ്റില്ല. കാരണം ഇപ്പൊ ജൗനിന്റെ തോട്ടത്തേക്ക് പോയ കഥ പറയണത് തോട്ടത്തിൽ വെച്ച ഒരു സ്ത്രീയെ കുറിച്ച്, ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീയെ കുറിച്ച് പരാമർശിക്കപ്പെട്ടു.
അപ്പോൾ ഇത്ര ഊക്കിയ വെള്ളി കൊടുക്കാമെന്ന് മുഹമ്മദ് നബി പറയുകയും അതില് സംസാരം ഉണ്ടാവുകയും അവസാനം ആ ആ, പറയപ്പെട്ട ഊക്കിയ വെള്ളിക്ക് പകരമായിട്ട് ആ സ്ത്രീയെ കൊണ്ടുവരാൻ ആളെ ഏർപ്പാടാക്കും ചെയ്യാണ്. ഒരു തോട്ടത്തിലോ അങ്ങാടിയിലോ ഇരുന്നിട്ട് ഇന്നോടത്തൊരു പെണ്ണുണ്ട് ഇത്ര റുപ്യ ഊക്കിയ മഹർ എന്ന് പറഞ്ഞാല് അങ്ങനെ എന്നാ പോയി കൊണ്ടുവര് എന്ന് പറയുന്നതിന് നമ്മുടെ നാട്ടിൽ വേറൊരു രീതിയിലല്ലേ പറയാ. അതിനിപ്പോ നമ്മള് മഹർ എന്ന് പോലും അതിനെ വാക്ക് അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ചിലപ്പോ ഉള്ളിൽ ആ പെണ്ണിന്റെ അത്രയും വഹിയുണ്ട് കിട്ടിയിട്ടുണ്ടാവും, ഓർഡർ ഉണ്ടാവും, ചിലപ്പോ കല്യാണം കഴിക്കാനൊക്കെ എന്താ അങ്ങനെ ഉണ്ടാവും. കഥ, ദിഹിയൽ കൽബിന്റെ അടുത്ത് ആൾക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ എടുത്തോന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ സുന്ദരിയായ ഉന്നത കുലജാതയായിട്ടുള്ള ഒരു സ്ത്രീ നബിയെ നിങ്ങൾക്ക് യോജിക്കുള്ളൂ അതെന്തിനാ ദിഹിയക്ക് കൊടുത്തത് എന്ന് ചോദിച്ചിട്ട് ആ സഹാബി വന്നപ്പം വിളിച്ചു വരുത്തി കണ്ട് ബോധ്യപ്പെട്ട് വേറെ പെണ്ണിനെടുത്തോ എന്ന് അപ്പൊ അതിന്റെ പറയുന്നതും. ഉള്ളിൽ ചില വശങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ ഓല് തമ്മിൽ മാച്ചക്കൂലെന്നോ നബി അതിന്റെ പേരിൽ ഒന്ന് ചിന്തിച്ചപ്പോ എന്നിട്ട് മനസ്സിലായിണ്ടാവും ദിഹിയൽ അങ്ങനെ. കൽബിക്ക് പകരം കൊടുത്തതിനകത്ത് ഈ പറയപ്പെട്ട പിന്നെ സഫിയാന്റെ അനിയത്തി ഉണ്ടായിരുന്നില്ലേ, അനിയത്തി ഏട്ടത്തി ഉണ്ടായിരുന്നില്ലേ. അതിന് ഹലോ, ചിലപ്പോ ഭാവിയിൽ ഓല് തമ്മിൽ ചിലവർ തമ്മിൽ മാച്ചക്കൂല, ചിലവർ തമ്മിൽ മാച്ചക്കൂല, ഓല് തമ്മിൽ നല്ല യോജിപ്പാലാറിയല്ലോ. അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. അതിപ്പോ സൈനബ് സയ്യിദിന്റെ കല്യാണത്തിൽ ഇറക്കിയ ആയത്ത് നിങ്ങൾക്ക് അറിയില്ലേ. അത് മാച്ചൊക്കണതും മാച്ചൊക്കാത്തതും ഒന്നും ഇല്ല. ഉന്നത കുലമഹിമയും അടിമയും തമ്മിൽ ദീനുൽ ഇസ്ലാമിൽ വ്യത്യാസമില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് സയ്യിദിനെ തന്നെ കല്യാണം കഴിക്കണം എന്ന് സൈനബിനോട് ആയത്തിറക്കി കൊടുത്തത്. അല്ലെ, അള്ളയും റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതില് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകാൻ സത്യവിശ്വാസിയായിട്ടുള്ള ഒരു പുരുഷനോ സ്ത്രീക്കോ അവകാശമല്ല എന്നാണ് ആയത്ത്. ഇങ്ങനെ ഉണ്ട്. ഈ ബരീറ എന്നവരൊക്കെ കുറിച്ച് കേട്ടണോ? ഒരിക്കൽ മൂപ്പരോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഭാര്യയായിട്ട് പ്രശ്നം ഉണ്ടായപ്പോ ഭാര്യയായിട്ട് ഒരു യോജിപ്പിൽ പോണില്ല. അപ്പൊ നബിനോട് വന്ന് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ഒഴിവാക്കൂല നീനെ. അപ്പൊ പിന്നെ ബരീർ എന്നൊരു പറഞ്ഞു ഇങ്ങനെ നബിന്റെ അമ്രാണെങ്കിൽ ഞാൻ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ അഭിപ്രായം ചോദിച്ചാണെങ്കിൽ ഞാൻ ഒഴിവാക്കൂലായിരുന്നു. അതില് അപ്പൊ അമ്രായിട്ടൊന്നുമില്ല, അമ്ര എന്നാന്ന് മനസ്സിലായോ? അത് ബരീറല്ലല്ലോ, അത് ഒരു അടിമ പെണ്ണിനെ മോചിപ്പിച്ചു. അപ്പൊ മോചിപ്പിക്കപ്പെട്ട സമയത്ത് അടിമയായ ഭർത്താവിനെ ഇവളെ ഒഴിവാക്കിയതിനെ കുറിച്ചല്ലേ പറയണേ. ഈ ബരീറ എന്നവരെ പറ്റിട്ട് അങ്ങനെ ചരിത്രം ഉണ്ട്. ആ ചരിത്രം ഇതല്ലേ, എന്റെ ഓർമ്മയിൽ അതാണ്. അതായത് അപ്പൊ ഇങ്ങോട്ട് ഞാൻ ഭാര്യയും ചോദിച്ചു, ഭർത്താവും അപ്പൊ അടിമകളായിരുന്നു. ഭാര്യയും ഭർത്താവും അടിമകളായിരുന്നു. അതില് ഭാര്യ മോചിപ്പിക്കപ്പെട്ടു. അപ്പൊ ഭാര്യക്ക് അടിമയായ ഭർത്താവിനെ വേണ്ട എന്നോള് തീരുമാനിച്ചു. ആ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ചെറിയ എന്തോ ഒരു കശപിശ എന്തോ ഉണ്ടായപ്പോ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഇതുണ്ടായ സമയത്ത് ഇങ്ങനെ നബിന്റെ അമ്രായിട്ടാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അഭിപ്രായമാണ് എനിക്കുള്ള ഇഷ്ടമാണ് പറഞ്ഞാണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചിലത് പറഞ്ഞ അങ്ങനെ ആള്, ചോയ്സ് കൊടുക്കുന്നുണ്ട്, അല്ല ചിലത് അങ്ങനെ നബി ചോയ്സ് കൊടുക്കും. അങ്ങനെയുള്ള ആള്, ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള ആള് സെയ്ദിന്റെ കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ആയത്തിറക്കിയത്? ജയ്ദിന്റെ കാര്യത്തിൽ എങ്ങനെ? സെയ്ദിന്റെ കാര്യത്തിൽ സൈനബിനെ കല്യാണം കഴിക്കാൻ സെയ്ദിന് താല്പര്യമില്ല, സെയ്ദിന്റെ കുടുംബക്കാർക്കും താല്പര്യമില്ല സെയ്ദ് സൈനബ് കല്യാണത്തിന്. അപ്പൊ അള്ളാഹ് ആയത്തിറക്കി കൊടുക്കുകയാണ്. എന്ത്? സത്യവിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീക്കോ പുരുഷനോ ഒരു കാര്യത്തിൽ അള്ളാഹ് റസൂൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ ഒരു അഭിപ്രായം ഉണ്ടാവാൻ സത്യവിശ്വാസിയായിട്ടുള്ള സ്ത്രീക്കോ പുരുഷനോ അവകാശമല്ല എന്ന്. എന്നിട്ടല്ലേ കല്യാണം കഴിച്ചത്. അപ്പൊ ആ കല്യാണം കഴിക്കുമ്പോ പഠിച്ചവനക്ക് അറിയില്ലേ സെയ്ദും സൈനബിയും തമ്മിൽ ഭാവിയിൽ പ്രശ്നം ഉണ്ടാവുന്നു, അത് കലഹത്തിലെത്തുന്നു. ലാസ്റ്റ് മുഹമ്മദ് നബി തന്നെ ആൾക്കാരുടെ ഇടയിൽ മാനം കെട്ട് ഈ സൈനബിനെ കല്യാണം കഴിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ അറിയില്ലേ. ഒരു തലാഖ് അല്ലേ ഞങ്ങൾ പറയണേ? തലാഖ് ചൊല്ലിയിട്ടുള്ളൂ, സൈനബിനെ കല്യാണം കഴിച്ചിട്ടില്ല മുഹമ്മദ് നബി എന്നാ പറഞ്ഞേ. ആ ചരിത്രത്തിൽ കൊടുത്തില്ല. വാതിൽ പാളിമ അങ്ങനെ നിന്നിട്ടാണ്, അതായത് മണിയറപ്പടിയുടെ അവിടെ ഒരു കാലം ഉള്ളിക്ക് ഒരു കാലം പുറത്തേക്കും വെച്ച് നിൽക്കുമ്പോഴാണ് അള്ളാഹ് ആയത്തിറക്കി കൊടുത്ത എന്നിട്ട് ഞാൻ ഓളെ നിക്കാഹ് ചെയ്ത് തന്നിക്കണെന്ന്. ആർക്കെ നബിക്കോ? ആര്? അള്ള എനിക്ക് തന്നിക്കണ്, കെട്ടിച്ചു തന്നിക്കണെന്ന് അള്ളാഹ് നബിക്ക് ആയത്തിറക്കി കൊടുത്തു എന്നും പറഞ്ഞിട്ട് അകത്തുക്കാണ് കേറുകയാണേ. ഇതാപ്പൊ നിങ്ങളെ കല്യാണം? ഇതിനൊക്കെ കല്യാണം എന്ന് പറഞ്ഞാ എന്താ കഥ? ഇങ്ങനത്തെ കാര്യങ്ങളിൽ എത്തുമ്പോ മറ്റേത് നിങ്ങൾ പറഞ്ഞത് തസവുഫും പിന്നെ ജദ്ബിന്റെ ഹാലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് ഞാൻ കേട്ടിരിക്കും. മറ്റേത് നിങ്ങൾ പറയണത് വസ്തുതാപരമല്ലാതാവുമ്പോഴാണ് ഞാൻ ഇടപെടുന്നത്. എന്നെ സംബന്ധിച്ച് ഈ ഹാലുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ഈ ആത്മീയ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ ഹാലുകൾ, ഞാൻ ആകെ പറയാറുള്ളത് ഇത്തരം കാര്യങ്ങളിൽ ഞാൻ തൽപരകക്ഷിയല്ല. ഇങ്ങനെ പുക പോലെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നും അലഞ്ഞു തിരിഞ്ഞും ലിക്കാവും കൊതിച്ചങ്ങനെ നടക്കുന്ന ഒരാളല്ല ഞാൻ.
ഞാൻ ഞാൻ നമ്മളെ നിക്കാഹ് കൂടെയുള്ള കൊതിക്കുന്നുണ്ടെന്നല്ല, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് പറയാം. അല്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിക്കോട്ടെ. അങ്ങനത്തെ അവസ്ഥകളുള്ള ആളുകളോട് ഞാൻ കലഹത്തിന് പോകാറില്ലാന്ന്. കാരണം അത് അയാളും അയാളുടെ നഫ്സും അയാളുടെ ചിന്തയും മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ അതിനകത്ത്. അതിലിപ്പോ അയാളെ നിങ്ങൾ പഠിച്ചോനും. അതിനോട് ചോദ്യം ചോദിച്ചു, അപ്പൊ അത് അല്ല ഞാൻ പറയുന്നത് പറഞ്ഞത് അതിൽ ഞാൻ നിങ്ങളോട് ഭയം ഉണ്ടോ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു. അതെ, ഞാൻ അതിൽ നിങ്ങളോട് തർക്കിക്കാത്തതും അതിൽ നിങ്ങളോട് എതിര് പറയാത്തതും അത് എന്റെ വിഷയമല്ലാത്തോണ്ടാണ് എന്ന്. നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങളെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നമുക്കത് കേൾക്കാനും ഒക്കെ താല്പര്യമാണ്. അതേ സമയത്ത് ഇങ്ങനെയുള്ള ചരിത്രത്തിലുണ്ട് എന്ന് പറയപ്പെടുന്ന ചരിത്രം എന്ന രീതിയിൽ എഴുതി വെക്കപ്പെട്ട സംഭവങ്ങളിൽ മുഹമ്മദ് നബിന്റെ കല്യാണം പോലുള്ള കാര്യങ്ങളിലൊക്കെ പറയുമ്പോ സീരിയ അപ്പോ അതില് നമുക്ക് എന്തില്ല, അതില് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉള്ളത് കൊണ്ട് അതിൽ ഞാൻ എതിര് പറയുന്നത് അതുകൊണ്ടാണ് എന്ന് പറയാം. മുഹമ്മദ് നബിന്റെ ആദ്യത്തെ ലെവൽ ആദ്യം മനസ്സിലാക്കണം. മുഹമ്മദ് നബിക്ക് ആദ്യമൊക്കെ നല്ല ലെവൽ ഉണ്ടായിരുന്നു, അവസാനമായപ്പോ ഒരു ലെവൽ ഉണ്ടായിരുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത് എന്ത് ഹാലായിരുന്നു എനിക്കറിയില്ല. കൂടുതൽ പഠിക്കണം. നിങ്ങളും ഞാനെന്ത് പഠിക്കാൻ? മുഹമ്മദ് നബീന്റെ എന്താ പറയാ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, ലൗകിക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഇനി കൊണ്ട് പറ്റാവുന്നൊക്കെ അത്രയും വായിക്കുന്നുണ്ട്, ഇനിയും വായിക്കും. നിങ്ങൾ ഈ പറഞ്ഞ മറ്റേ ഹാലുകൾ ഉണ്ടല്ലോ, സൂഫിയാക്കളെ, അതായത് മുഹമ്മദ് നബീന്റെ ദർജ എവിടെയായിരുന്നു, ചിന്ത എവിടെയായിരുന്നു, ഇന്നിത്യാദി കലാപരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് അത് എന്റെ മേഖല അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നോക്കണില്ല. അതുകൊണ്ട് നിങ്ങൾ ആ വഴിക്ക് നിങ്ങൾ അന്വേഷിച്ചോളി. അല്ല, നിങ്ങൾ ഒരാളെ പറ്റിട്ട് അത് എന്തുകൊണ്ടാണ് അതിന് ഉത്തരങ്ങൾ പറഞ്ഞു. അതായത് അത് മൂന്നാമതൊരാൾക്ക് മനസ്സിലാവില്ലല്ലോ. മനസ്സിലാവില്ല അങ്ങനെ. അതിപ്പോ മൂന്നാമതൊരാൾക്ക്, ഇപ്പോ ഈ സൂഫിയാക്കൾ ഏത് ഹാലിലാണ് എന്ന് മൂന്നാമതായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലല്ലോ. എന്നതുപോലെ തന്നെയല്ലേ മുഹമ്മദ് നബിന്റെ കാര്യത്തിലും. മുഹമ്മദ് നബി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, പറഞ്ഞു കൂട്ടിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. മൂപ്പര് ചിന്തിച്ചു കൂട്ടിയത് എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞതേ. എന്തായാലും അടുത്തൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. മരിവാൻ കൊടുക്കാനായില്ലേ? ലാൻഡ് ചെയ്യാനുള്ള പരിപാടിയില്ലേ? ആയിക്കോട്ടെ, എന്നാ ശരി.